നമസ്കാരം. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പരമാധികാരത്തിന്മേൽ കേന്ദ്രം കടന്നുകയറുന്നുവെന്നായിരുന്നു കേരളം സുപ്രീം കോടതിയിൽ ബോധിപ്പിച്ച ഹർജിയിലെ പരാതി. രാജ്യത്തിന്റെ ചരിത്രത്തിൽ അപൂർവമായി ഹർജി പിൻവലിച്ചാൽ വായ്പയെടുക്കാൻ അനുവദിക്കാമെന്നാണ് സുപ്രീം കോടതി കേന്ദ്രം അറിയിച്ചത്. കേന്ദ്രത്തിനെതിരെ സംസ്ഥാനങ്ങൾക്ക് നിയമപോരാട്ടം നടത്താനുള്ള ഭരണഘടനാവകാശം ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി ഹർജി പിൻവലിക്കാൻ നിർബന്ധിക്കരുത് എന്ന് കേന്ദ്രത്തോട് പറഞ്ഞു. ഇനി 1,00,000 കോടിയെങ്കിലും വായ്പ എടുക്കണമെന്നാണ് സംസ്ഥാന സർക്കാർ കോടതിയെ ബോധിപ്പിച്ചത്. ഇപ്പോൾ വായ്പയെടുക്കാൻ അനുവദിച്ച 13,000 കോടി 4 ദിവസത്തേക്കില്ലെന്നും കോടതിയിൽ കേരളത്തിന് വേണ്ടി ഹാജരായ കപിൽ സിബൽ ചൂണ്ടിക്കാട്ടുന്നു. കടം വാങ്ങിയാൽ തീരുന്നതാണോ സംസ്ഥാനത്തെ പ്രതിസന്ധി? സ്വാഗതം. സ്പെഷ്യലിസ്റ്റിലേക്ക് നമ്മോടൊപ്പം അതിഥികളായി കോൺഗ്രസ് നേതാവ് നിജേഷ് അരവിന്ദ്, CPM നേതാവ് PP ചിത്തരഞ്ജൻ MLA, BJP വക്താവ് പ്രിന്റു മഹാദേവ്, സാമ്പത്തിക വിദഗ്ധ മേരി ജോർജ് എന്നിവർ. ആദ്യം പ്രിന്റുവിലേക്ക്. പ്രിന്റു, ഇത് ഇന്നത്തെ കോടതിയിൽ യഥാർത്ഥത്തിൽ കേന്ദ്രം മുട്ടുമടക്കുകയാണ് ഉണ്ടായത്. അല്ല സാർ, അതിനങ്ങനെ മുട്ടുമടക്കുക എന്നുള്ള പദപ്രയോഗമൊന്നും പറയുന്നതിൽ അർത്ഥമുണ്ടെന്ന് തോന്നുന്നില്ല. കാരണം ഇത് നമുക്കറിയാം, കേന്ദ്രം അനുവദിക്കാമെന്ന് പറഞ്ഞ പണം, ആ പണം തന്നെയാണ് ഇപ്പോൾ കോടതി സംസ്ഥാന സർക്കാരിനോട് ചോദിക്കുന്നു. അത് നിങ്ങൾ മേടിക്കാൻ തയ്യാറാണോ? സ്വാഭാവികമായിട്ട് സംസ്ഥാന സർക്കാർ നഞ്ച് മേടിക്കാൻ പോലും പണമില്ലാത്ത സംസ്ഥാന സർക്കാർ പറയുന്നു, ശരി, അത് ഞങ്ങൾ മേടിക്കാൻ തയ്യാറാകുന്നു. പിന്നെ അതിനകത്ത് കോടതിയുടെ രണ്ടാമത്തെ ഒരു ഇടപെടൽ എന്ന് പറയുന്നത്, ഈ റിട്ട് കൊടുക്കാനുള്ള ഇതുമായി ബന്ധപ്പെട്ട് ചർച്ച നടന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അന്നൊരു ഉപാധി എന്ന രീതിയിൽ കേന്ദ്ര സർക്കാർ പറഞ്ഞൊരു കാര്യം, ആ കാര്യത്തിന്മേൽ മാത്രമാണ് കോടതി ഇടപെട്ടിട്ടുള്ളത്. അല്ലാതെ ഏതെങ്കിലും തരത്തിൽ മുട്ടുമടക്കാനോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാരിന് നിർബന്ധമായിട്ട് പണം കൊടുക്കണോ എന്നുള്ളൊരു ഉത്തരവുമെന്നല്ല ഉത്തരവല്ല കോടതി ഇട്ടിട്ടുള്ളത്. അങ്ങനെ ഒരു ഉത്തരവുമില്ല. നമ്മളങ്ങനെ അതിനെ തെറ്റിദ്ധരിപ്പിക്കേണ്ട കാര്യമില്ല. ഇതൊരു കോടതി ഉത്തരവായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ല. കാരണം സ്വാഭാവികമായിട്ട് ഈ കേസിനകത്ത് നമുക്കറിയാം, ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യമാർന്നിട്ടുള്ള ഒരു ഫെഡറൽ സംവിധാനമാണ്. സ്വാഭാവികമായിട്ട് വിവിധ സംസ്ഥാനങ്ങൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ കാര്യത്തെ വളരെ സീരിയസ് ആയിട്ടാണ് കേന്ദ്ര സർക്കാർ കൈകാര്യം ചെയ്തിരുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ഇത്തരത്തിൽ സാമ്പത്തികമായിട്ടുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കോടതിയെ സമീപിച്ച ആദ്യത്തെ ഒരു സംസ്ഥാന സർക്കാർ എന്ന രീതിയിൽ പിന്നീട് ഒരു തെറ്റായ കീഴ്വഴക്കം അത് ഉണ്ടാവുകയും അത് കേന്ദ്ര സർക്കാരിൻ്റെ ധനകാര്യ പോളിസിയിൽ സ്വാഭാവികമായിട്ട് ബാധിക്കും. കാരണം നമുക്കറിയാം, ഇന്ന് സുസ്ഥിരമായിട്ടുള്ള ഒരു സാമ്പത്തിക വികസനം ലക്ഷ്യമാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് കേന്ദ്രത്തിലുള്ളത്. ഈ കഴിഞ്ഞ ദിവസമാണ് നമുക്കറിയാം, ഈ GDP വളർച്ചയുമായി ബന്ധപ്പെട്ട് ഈ കേന്ദ്ര സർക്കാർ 8.1 വളർച്ച മൂന്നാം പദത്തിൽ രാജ്യത്ത് നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ 8.1 സാമ്പത്തിക വളർച്ച ഈ രാജ്യം നേടിയിട്ടുണ്ട്. ആ രാജ്യം ആ സാമ്പത്തിക സ്ഥിതിയിലേക്ക് പോകാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം അച്ചടക്കമുള്ള ഒരു സാമ്പത്തിക സ്ഥിതിയിലേക്ക് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നു. സുപ്രീം കോടതി ഇത്ര പണം കൊടുക്കണം. 15,000 കോടി പറയുന്ന പോലെ കേന്ദ്ര സർക്കാരിന് അങ്ങനെ ഒരു സാമ്പത്തിക അച്ചടക്കം ഉണ്ടോ? എന്താ സാർ സംശയം? അതുകൊണ്ട് എന്താ രാജ്യത്തിന്റെ ഡെപ്റ്റ് അതുള്ളത് കൊണ്ടാണല്ലോ സാർ. GDP റേഷ്യോ എത്രയാണ്? നമ്മുടെ മൊത്തം GDPയുടെ എത്ര പെർസെന്റേജ് ആണ് നമ്മുടെ കടം? 82%. 82%. അല്ല, ഞാൻ പറയട്ടെ, അല്ല 82% കടമുണ്ട് സാർ. ആ 82% കടബാധ്യതയിൽ 29% കടം എന്ന് പറയുന്നത് സംസ്ഥാന സർക്കാരുകളുടെ കടമാണ്. അതെങ്ങനെ? അതുപോലെ സംസ്ഥാനങ്ങളുടെ കടം മാറ്റിവെക്കുക, ബാക്കിയോ? അല്ല, ഞാൻ പറയട്ടെ, ഈ രാജ്യത്തിന്റെ വികസനത്തിൽ കടമെടുക്കാൻ പാടില്ല എന്നുള്ള കാര്യത്തിലൊന്നും, കടമെടുക്കാതെ വികസിക്കാനൊന്നും ഈ രാജ്യത്തിന് വികസന രാജ്യമായിട്ടുള്ള ഇന്ത്യക്ക് സാധിക്കില്ല സാർ. അത് മാത്രമല്ല, 96% കടവും എന്ന് പറയുന്നത് ആഭ്യന്തര കറൻസിയിലുള്ള കടമാണ്, വിദേശ കടമല്ല. നമ്മൾ മനസ്സിലാക്കണം, ആഭ്യന്തര കറൻസിയിലുള്ള 96% കടമാണ് ഈ രാജ്യത്തിനുള്ളത്. അത് മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ഈ 2014 ഈ രാജ്യത്തിന്റെ രൂപയിലാണല്ലോ ഡോളറിലാണ് സർക്കാർ തിരിച്ചടക്കേണ്ടത്. കടം രൂപയിലാണെങ്കിലും ഡോളറാണ് സർക്കാർ തിരിച്ചടക്കേണ്ടതല്ലേ പലിശ ചെയ്തോ? അല്ല, അങ്ങനെയല്ല. ഞാൻ അതല്ല അങ്ങനെയല്ല. ഡോളർ കടത്തിലും ആഭ്യന്തര കറൻസിയിലും കടവ്യത്യാസം വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് അതിനകത്ത് വളർച്ചാ വികാസവുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, ഈ മേരി ജോർജിനെ പോലെയുള്ള ആളുകളുണ്ടല്ലോ സാർ, ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ കൃത്യമായിട്ടുള്ള മറുപടി അവർക്കറിയാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആഭ്യന്തര കറൻസിയിലുള്ള കടമാണ് രാജ്യത്തിനുള്ളത് എന്നുള്ളത് ഒന്നാമത്തെ ഒരു വസ്തുത. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ 86% നിങ്ങൾ കടമുണ്ടെന്ന് പറയുന്ന സമയത്ത് ഈ രാജ്യത്തിൻ്റെ GDP എന്ന് പറയുന്നത് സാർ 3.75 ട്രില്യൺ ഡോളറാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അത് 2 ട്രില്യൺ ഡോളറായിരുന്നു 2014. അപ്പോൾ രാജ്യം സാമ്പത്തികമായി വികസിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കടമെടുക്കുന്നുണ്ട്. ഈ കടമെടുത്തിട്ട് ഈ രാജ്യത്തിൻ്റെ വികസനത്തിലേക്ക് നയിക്കുന്ന സമയത്ത് ഈ രാജ്യത്തിൽ ഇപ്പോൾ നമുക്ക് ഉദാഹരണം പറയാം. ഇപ്പോൾ ഞാനൊരു സിമ്പിളായിട്ട് ഉദാഹരണം പറയാം. ഇപ്പോൾ കേന്ദ്ര സർക്കാർ കടമെടുത്തുകൊണ്ട് ആരംഭിക്കുന്ന ഒരു പദ്ധതിയാണ് നമുക്കറിയാം, നമ്മുടെ നാഷണൽ ഹൈവേ പദ്ധതി. സ്വാഭാവികമായിട്ട് നാഷണൽ ഹൈവേ പദ്ധതിയിൽ ആ പണം നിക്ഷേപിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് കേന്ദ്ര സർക്കാർ തിരിച്ചടയ്ക്കാനുള്ള ശേഷിയും സാഹചര്യവുമുണ്ട്.
എന്നാൽ കേരള സർക്കാർ കടമെടുക്കുന്ന പണം എന്ന് പറയുന്നത് എന്തിനാണ്? നമ്മളുടെ പെൻഷൻ, ശമ്പളം, ഉൽപ്പാദനക്ഷമമല്ലാത്ത മേഖലയിലേക്കാണ് കേന്ദ്ര സർക്കാർ മുഴുവൻ പണവും ചെലവഴിക്കുന്നത്. അപ്പം നമുക്കറിയാം, ഇപ്പോൾ കിഫ്ബി ആയിക്കോട്ടെ, നമ്മളെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ സ്കീം കൊണ്ടുവന്ന പെൻഷൻ കമ്പനി ആയിക്കോട്ടെ, എന്തായിരുന്നു സ്വീകരിച്ചിരുന്നത്? ഉൽപ്പാദനക്ഷമമല്ലാത്ത മേഖലയിലേക്കാണ് പണം സ്വീകരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രൊഡക്റ്റീവ് അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ രാജ്യത്തിൻ്റെ, കേരളത്തിൻ്റെ കടം കൂടും. നോക്കൂ, നമ്മളുടെ ആഭ്യന്തര ഉൽപ്പാദനം, നമ്മുടെ സ്വാഭാവികമായിട്ട് നമുക്കറിയാം, നമ്മുടെ റവന്യൂ വരുമാനത്തിൻ്റെ 20% പലിശ ഇനത്തിൽ കൊടുക്കുന്ന സംസ്ഥാനമാണ് ഈ കേരളം. നമ്മൾ മനസ്സിലാക്കണം, ബാക്കിയുള്ള സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് അച്ചടക്കമില്ലാത്ത, ധനകാര്യ മാനേജ്മെന്റിൽ കെടുകാര്യസ്ഥ വരുത്തുന്ന, കടം മേടിച്ച് മുടിയുന്ന ഒരു സംസ്ഥാനത്തെ ബന്ധപ്പെട്ടാണ് കോടതി. ഇന്ന് സുപ്രീം കോടതിയിലെ വാദത്തിൽ കപിൽ സിബൽ ഒരു കാര്യം ചൂണ്ടിക്കാട്ടി, കേരളത്തോട് കാണിക്കുന്ന ഈ ഒരു ഞെരുക്കം, ഈ നിയന്ത്രണം UP-യോട് സർക്കാർ കാണിക്കുന്നില്ല. അതിന്റെ രേഖസഹിതമാണ് സിബിൽ ഇന്ന് കോടതി സമീപിച്ചത്. അതായത് UP-യോട് ഈ ഒരു സമീപനം ഇല്ല, മധ്യപ്രദേശിനോടില്ല, കേരളത്തോട് മാത്രമാണ്. അല്ല സാർ, അങ്ങനെ പറയുന്നത് സാർ, UP-യുടെ ജനസംഖ്യയും കേരളത്തിൻ്റെ ജനസംഖ്യയും നമ്മളൊന്ന് താരതമ്യം ചെയ്യണം. കേരളത്തിന് 4 കോടി ജനസംഖ്യയാണെങ്കിൽ UP-യുടെ 25 കോടി ജനങ്ങളാണ് സാർ ഉള്ളത്. അതുകൊണ്ട് കൂടുതൽ കടമേടിക്കാമെന്നാണോ? അല്ല, അങ്ങനെയല്ല സാർ, 25 അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അല്ല, GDP നിങ്ങൾ റേറ്റ് നോക്കൂ. നിങ്ങൾ UP-യുടെ കേരളത്തിൻ്റെ GDP-യുടെ റേറ്റും UP-യുടെ GDP കേരളം 11ാം സ്ഥാനത്താണ്, UP 5ാം സ്ഥാനത്താണ് സാർ. അങ്ങനെ നോക്കുകയാണെങ്കിൽ UP-യാണ് മുകളിൽ. നിങ്ങൾ കളിയാക്കുന്ന UP-യാണ് ഇതിനേക്കാൾ മുകളിൽ എന്നുള്ള വസ്തുത നമ്മൾ മനസ്സിലാക്കണം. അപ്പം ഞാൻ പറയുന്നത്, ഇവിടെ കൃത്യമായിട്ട് കേന്ദ്ര സർക്കാർ ഇവിടെ ഇടപെടുന്നത് ഈ രാജ്യത്തിൻ്റെ സുസ്ഥിരമായിട്ടുള്ള വികസനത്തിന് വേണ്ടി മാത്രമാണ്. കാരണം തനത് വരുമാനമില്ലാത്തൊരു സംസ്ഥാനമാണ് സാർ കേരളം. നോക്കൂ, ഒരു 2016 മുതൽ 2024 വരെയുള്ള സമയത്ത് നോക്കൂ, നമ്മുടെ കടബാധ്യത 2.5 ലക്ഷം കോടിയിലേക്കാണ് 7 വർഷം കൊണ്ട് പിണറായി സർക്കാർ നമ്മുടെ കേരളത്തിൻ്റെ കടബാധ്യതയെ മാറ്റിയിട്ടുള്ളത്. ജനിച്ചു വീഴുന്ന ഒരു കുട്ടിക്ക് 2.72 ലക്ഷം കടബാധ്യതയാണുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, അങ്ങനെയുള്ള സാഹചര്യത്തിൽ കടം മേടിക്കുക എന്നുള്ളത് ഒരു സർക്കാരിൻ്റെ അവകാശമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാജ്യത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക സ്ഥിതിയെ തകർക്കുന്ന രീതിയിലേക്ക് കേരളം പോകുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് കേന്ദ്ര സർക്കാർ ഇടപെടലുകൾ ഉണ്ടാവും. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ഇന്ന് സുപ്രീം കോടതി പറഞ്ഞല്ലോ, ഈ 15,000 കോടി രൂപ നിങ്ങൾക്ക് പറയുന്ന സമയത്ത് എന്തൊക്കെ ഉപാധികളാണ് കേന്ദ്ര സർക്കാരിന് വെക്കാനുള്ളത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്, വ്യക്തമാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ പണം അനുവദിച്ചെങ്കിലും ഇനി മേടിക്കാൻ പോകുന്ന 15,000 കോടി രൂപ അത് ഇനി അടുത്ത വർഷത്തേക്ക് കിട്ടുന്ന കടബാധ്യതയിൽ നിന്ന് അത് കുറയ്ക്കുമോ, അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് കോടതി ഇതിനകത്ത് കൃത്യമായിട്ടൊരു വിധി പറഞ്ഞെന്നോ ഈ കോടതി കേന്ദ്ര സർക്കാരിനെതിരെ ആഞ്ഞടിച്ചു എന്നൊന്നും നമ്മൾ കരുതേണ്ട. ഇത് സ്വാഭാവികമായിട്ട് കേന്ദ്ര സർക്കാർ പറഞ്ഞ പണമാണ്. സാർ, ഒന്ന് മനസ്സിലാക്കേണ്ട വസ്തുത, ഫെബ്രുവരി 28-ാം തീയതിയാണ് ഈ കേന്ദ്ര സർക്കാർ 4,825 കോടി രൂപ ഈ കേരളത്തിന് അനുവദിച്ചിട്ടുള്ളത്. അത് IGST മേഖലയിൽ മാത്രം 1,458 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സാറ് വിചാരിക്കും IGST-യുടെ പണം എന്തുകൊണ്ടാണ് ഈ കേരളത്തിന് ഇത്ര വൈകിട്ട് കിട്ടിയെന്ന്. നമ്മൾ മനസ്സിലാക്കണം, IGST മേഖലയുമായി ബന്ധപ്പെട്ട് ഇപ്പോഴും ഈ ഫയലിംഗ് നടത്താത്ത സംസ്ഥാനമാണ് ഈ കേരളം. ഇനിയും IGST മേഖലയിൽ നിന്ന് 6,000 കോടി രൂപയുടെ പണം കേരളത്തിന് കിട്ടാനുണ്ട്. അതിൻ്റെ ആദ്യഘട്ടം എന്ന രീതിയിൽ ഫയലിംഗ് നടത്തിയപ്പോഴാണ് ഈ പണം പാസ്സായത്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും കെടുകാര്യസ്ഥത്തിലേക്ക് മാറുന്ന ഈ കേരളത്തെ വീണ്ടും കടബാധ്യതയിലേക്ക് തള്ളി, നമുക്കറിയാം ബ്രസീലിനെ പോലെ, ശ്രീലങ്കയെ പോലെ ഈ രാജ്യത്തിൻ്റെ മുഴുവൻ സാമ്പത്തിക സുരക്ഷിതാവസ്ഥയ്ക്ക് അപകടകരമായിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് ഇവിടുത്തെ ഭരണാധികാരി, അത് LDF ആയിക്കോട്ടെ UDF ആയിക്കോട്ടെ. ശ്രീ ചിത്രഞ്ജൻ, 13,000 കോടി അനുവദിക്കാം, പക്ഷെ നിങ്ങൾ ഹർജി പിൻവലിക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ കോടതി പറഞ്ഞു അങ്ങനെ ഹർജി പിൻവലിക്കാൻ പറയരുത്, ബാക്കി ഉപാധികളൊക്കെ നമുക്ക് നോക്കാം. ഹർജി നൽകാനുള്ള അവകാശം സംസ്ഥാനത്തിനുണ്ട്, ഭരണഘടന നൽകിയിട്ടുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടുകയും ചെയ്തു. ഈ 13,000 കോടി കൊണ്ടൊന്നും ആവില്ല, അത് 4 ദിവസത്തേക്കേ ഉള്ളൂ. ഞങ്ങൾക്ക് ഒരു 50,000 കോടിയെങ്കിലും കടമെടുക്കണമെന്നാണ് കപിൽ സിബൽ എന്ന് കോടതിയെ ബോധിപ്പിച്ചത്. അപ്പോൾ ശരിക്കും പ്രതിസന്ധി തീർന്നോ? അതല്ല നിങ്ങളെ സംസ്ഥാനത്തെ അനുനയിപ്പിക്കാൻ വേണ്ടി ഒരു 13,000 കോടി കൊടുത്ത് അനുനയിപ്പിക്കാനുള്ള ശ്രമമാണോ നടന്നത്? അല്ല, ഇവിടെ നമ്മൾ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നം, കേരളത്തിൻ്റെ ഹർജിയിലെ പ്രധാനപ്പെട്ട വിഷയം എന്തായിരുന്നു? ഇവിടെ BJP-യുടെ പ്രതിനിധി കുറേ കള്ളക്കണക്കുകളൊക്കെ പറയുന്നത് കേട്ടു. എന്തെങ്കിലും ചേർച്ചയുള്ളതാണോ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്? ഞാനത് രണ്ടാമത് പറയാം. എന്താ കേരളം ഹർജിയിൽ പറഞ്ഞത്? ആർട്ടിക്കിൾ 293(3), 293(4) പ്രകാരം സംസ്ഥാനങ്ങൾക്കുള്ള ഭരണഘടനാപരമായിട്ടുള്ള അവകാശങ്ങൾ, അതിൻ്റെ അധികാരങ്ങൾ അത് സംരക്ഷിക്കുന്നതിനും ഭരണഘടനാ വ്യവസ്ഥകൾ പ്രകാരം സംസ്ഥാനത്തിന് അവകാശപ്പെട്ട ധനാവകാശങ്ങളിൽ ഉണ്ടായിട്ടുള്ള നഷ്ടം, ആ നഷ്ടം പരിഹരിക്കുന്നതിനുള്ള ഹർജിയാണ് സുപ്രീം കോടതിയിൽ ഈ ഗവൺമെൻറ് സമർപ്പിച്ചത്. അവിടെയാണ് ഞങ്ങളുടെ പോരാട്ടം. ഇത് കേവലം കുറേ പണം തരികയോ അല്ലെങ്കിൽ തരാതിരിക്കുകയോ എന്നുള്ളതല്ല.
സംസ്ഥാനങ്ങളുടെ ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾക്കുള്ള അധികാരങ്ങളിൽ കടന്നു കയറി അത് സാമ്പത്തിക ഞെരുക്കമാണക്കിയാലും അല്ലെങ്കിൽ കേന്ദ്ര ഏജൻസിയെ ദുർവിനിയോഗം ചെയ്തിട്ടുണ്ടാണെങ്കിലും അല്ലെങ്കിൽ ഗവർണർമാരെ ഉപയോഗിച്ചിട്ടുണ്ടാണെങ്കിൽ പോലും തങ്ങളുടേതല്ലാത്ത ഗവൺമെൻറ്റുകളെ ശ്വാസം മുട്ടിക്കുക എന്നുള്ള BJP ഗവൺമെൻറ്റിൻ്റെ രാഷ്ട്രീയത്തിന് കൊടുത്ത കനത്ത പ്രഹരമാണ് സുപ്രീം കോടതി ആദ്യം തന്നെ എടുത്തിട്ടുള്ള നിലപാട്. ഈ പ്രഹരം കോൺഗ്രസ് BJPക്ക് മാത്രമല്ല, ഇതെല്ലാം കണ്ട് സന്തോഷിച്ചുകൊണ്ടിരുന്ന ഒരു വിഭാഗം ഉണ്ടല്ലോ കേരളത്തിലെ കോൺഗ്രസ്, UDF. പെൻഷൻ മുടങ്ങും, എല്ലാം മുടങ്ങും, ട്രഷറി പൂട്ടും, അങ്ങനെ ഞങ്ങൾക്കൊരു അവസരം കിട്ടും. അവർക്ക് അവരുടെ തലക്ക് കിട്ടിയ ഒരടി കൂടെയാണ് സുപ്രീം കോടതിയിൽ നിന്ന് താൽക്കാലികമായിട്ടാണെങ്കിൽ പോലും വന്നിട്ടുള്ള ഈ വിധി എന്നുള്ളത് ഞാൻ ചൂണ്ടിക്കാണിക്കാൻ ആമുഖമായി ആഗ്രഹിക്കുകയാണ്. ഇനി വന്ന പ്രശ്നം നമ്മൾ തുടങ്ങിയ സ്ഥലത്തേക്ക് വരാമല്ലോ. എന്തായിരുന്നു സുപ്രീം കോടതി എന്താ പറഞ്ഞത്? ആദ്യം തന്നെ സംസ്ഥാന നിയമസഭ നടന്നുകൊണ്ടിരിക്കുന്നു, സഭ തീരുന്നതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസമാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഈ ഹർജി എടുത്തുകൊണ്ട് സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ സംസാരിക്കാൻ തയ്യാറാകണം എന്നുള്ള നിലയിലേക്കുള്ള നിർദ്ദേശം വെക്കുന്നത്. നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ കേരള ഗവൺമെൻറ്റിൻ്റെ സമ്മതം അവിടെ അറിയിച്ചു. അടുത്ത ദിവസം സഭയുണ്ടെങ്കിൽ പോലും ബഹുമാനപ്പെട്ട ധനകാര്യ മന്ത്രി, ധനകാര്യ വകുപ്പിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരും ഡൽഹിയിലേക്ക് പോയി. ആ ഡൽഹിയിലേക്ക് പോയി ബന്ധപ്പെട്ടവരുമായി സംസാരിച്ചു. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സംസ്ഥാന ഗവൺമെൻറ് പ്രതിനിധികളും തമ്മിൽ എന്താ എടുത്തൊരു നിലപാട്? ഈ കേരളത്തിലെ 3.5 കോടി വരുന്ന മലയാളികളുടെ ആത്മാഭിമാനത്തെയല്ലേ വെല്ലുവിളിച്ചത്? നാട്ടിൽ പറയത്തില്ലേ പ്രമാണിമാർ, ഏതാ തമ്പ്രാക്കന്മാരെ പോലെയാണോ സംസ്ഥാനവും കേന്ദ്രവും? നിങ്ങൾ പോയി നിങ്ങളുടെ ഹർജി പിൻവലിച്ചിട്ട് വരൂ, എങ്കിൽ നിങ്ങൾക്ക് തരാം. ഇത് ഔദാര്യമാണോ? ഇത് ഔദാര്യമൊന്നുമല്ലല്ലോ. ഈ സംസ്ഥാനത്തിന് അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾക്ക് കിട്ടാനുള്ള കാശല്ലേ കിട്ടേണ്ടത്? ഇവിടെ നിന്ന് പിരിച്ചുകൊണ്ട് പോകുന്ന തുകയുടെ വിഹിതമല്ലേ സ്റ്റേറ്റ് ചോദിക്കുന്നത്? അല്ലാതെ നാഗപ്പൂരിലെ RSSന്റെ കാര്യാലയത്തിൽ വരെ കാശാണോ കടം ചോദിക്കുന്നത്? അല്ലല്ലോ. ഈ സംസ്ഥാനത്തിന് വേണ്ടി വരുന്ന, ഈ സംസ്ഥാനത്തിന് അർഹതപ്പെട്ടത് അതിന് നേരെ പറഞ്ഞതാണ് കേസ് പിൻവലിച്ചിട്ട് വരാൻ. ആ കേസാണ് മെയ് 6, 7 തീയതികളിൽ എന്നുള്ള നിലയിലേക്ക് വീണ്ടും വരികയും ഇന്ന് വരികയും ചെയ്തപ്പോൾ നമ്മൾക്ക് അർഹതപ്പെട്ടത് എടുക്കാനുള്ള അധികാരം അല്ലെങ്കിൽ എടുക്കാനുള്ള അവകാശം നൽകി. ആ അവകാശം നൽകുക മാത്രമല്ല, ബാക്കിയുള്ള കാര്യത്തെ സംബന്ധിച്ചും ചർച്ച ചെയ്യണം. അതിനെ സംബന്ധിച്ച് സുപ്രീം കോടതി വളരെ വ്യക്തമായൊരു നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിതമായില്ലേ? ഞാൻ ചോദിക്കുന്നത് നിസ്സാര കാര്യമാണോ? ഇവിടെ പറഞ്ഞല്ലോ UPയുടെ അത്രം കേരളം, UP എവിടെ കിടക്കുന്നു, കേരളം എവിടെ കിടക്കുന്നു? സാക്ഷരതയുടെ കാര്യത്തിൽ, ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, അല്ലെങ്കിൽ മറ്റ് പൊതുജീവിതത്തിൻ്റെ കാര്യത്തിൽ, സാമൂഹ്യ വളർച്ചയുടെ കാര്യത്തിൽ ഓക്സിജൻ കിട്ടാതെ കുഞ്ഞുങ്ങൾ പിടഞ്ഞു വീണ് മരിക്കുന്ന UPയെയും ഈ കേരളത്തെയും ഒരുപോലെയാണോ BJP താരതമ്യം ചെയ്യാൻ പോണത്? ഗംഗാ നദിയിലൂടെ കോവിഡ് കാലത്ത് ജനം ഒഴുകി നടന്ന UPയെയും ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ഒരുപോലെ സംരക്ഷിക്കപ്പെട്ട കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയുമാണോ BJP തരണം ചെയ്യാൻ പോണത്? ഇന്ത്യയിൽ കേരളത്തോടൊപ്പം തുലനം നിങ്ങൾക്ക് ചെയ്യാൻ എവിടെ കഴിയും? സാമൂഹ്യ വളർച്ചയുടെ കാര്യത്തിൽ, മനുഷ്യൻ്റെ ജീവിത പുരോഗതിയുടെ കാര്യത്തിൽ നിങ്ങൾക്ക് രാഷ്ട്രീയ പകപോക്കലോടുകൂടി നിങ്ങൾ നടത്തുന്ന ഇടപെടൽ, ആ ഇടപെടലുകളെ ആരെങ്കിലുമൊക്കെ ചോദ്യം ചെയ്യണ്ടേ? ഇന്ത്യ രാജ്യത്ത് അപൂർവ സംസ്ഥാനങ്ങളാണ് ആ ധൈര്യത്തോട് മുന്നോട്ട് വന്നത്. ഞങ്ങൾ ഡൽഹിയിൽ സമരത്തിന് പോയി. ആ സമരത്തെ ആശംസകൾ അല്ലെങ്കിൽ ആ സമരത്തിൻ്റെ പിന്തുണയുമായി മുഖ്യമന്ത്രിമാർ അവിടെ എത്തിച്ചേർന്നു, ദേശീയ നേതാക്കന്മാർ അവിടെ എത്തിച്ചേർന്നു. അവിടെ ഉയർന്ന ശബ്ദം എന്താണെന്നറിയാമോ? ഇന്ത്യൻ ഫെഡറലിസം നേരിടുന്ന വെല്ലുവിളി, ജനാധിപത്യ ധ്വംസന നടപടി, അതിനെതിരായിട്ടുള്ള ഇന്ത്യയുടെ പ്രതിഷേധമാണ്. ജനാധിപത്യ വിശ്വാസികളുടെ 50,000 കോടി എടുത്താലേ താൽക്കാലിക സാമ്പത്തിക പ്രതിസന്ധി മറികടക്കൂ എന്ന് കേരളം വാദിക്കുമ്പോൾ പോലും അതിന്റെ മൂന്നിലൊന്ന് പോലും എടുക്കാൻ കഴിയുന്നില്ല. 13,000 കോടി എന്ന് പറഞ്ഞാൽ ഒന്നുമല്ല, ആ പ്രതിസന്ധി കഴിയുന്നില്ല. അപ്പോൾ 50,000 കോടിയൊക്കെ വായ്പ എടുക്കാൻ അനുവദിക്കും, അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ടോ നിങ്ങൾക്ക്? ഇല്ല, നമുക്ക് 50,000 കോടി കിട്ടിയതുള്ളതല്ലല്ലോ. ഞാനൊരു കണക്ക് നിങ്ങളുടെ ഒരു കണക്ക് നിങ്ങളുടെ പറയാം. നിങ്ങൾ ആരും വേണമെങ്കിലും അടുത്ത് പരിശോധിച്ചു. ബഹുമാനപ്പെട്ട മേരി ടീച്ചർ ഇവിടെ ഉണ്ട്. ടീച്ചറിൻ്റെ മുമ്പിലൊക്കെ ഞാനൊക്കെ വെറും ശിശുക്കളാണ് ഈ സാമ്പത്തിക കാര്യത്തിൽ. പക്ഷേ ഞാൻ ഇന്നത്തെ ഒരു ചിത്രം ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. നമ്മുടെ സംസ്ഥാനത്തിന് ഇപ്പോൾ ഇവർ പറയുന്നുണ്ടല്ലോ എല്ലാം കൃത്യമായി കിട്ടി, എല്ലാം കൊടുത്തെന്നൊക്കെ പറഞ്ഞാണല്ലോ ഇത്ര നാൾ നടന്നത്. വായ്പ എടുക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് നിൽക്കട്ടെ. നമുക്ക് എവിടെയാണ് കുറവ് പറ്റിയത്? റവന്യൂ കമ്മിയുടെ ഗ്രാൻറ്റിൽ നമുക്ക് 8,400 കോടി കുറഞ്ഞു. നമുക്ക് GSTയുടെ നഷ്ടപരിഹാരം നിർത്തലാക്കിയതുമായി ബന്ധപ്പെട്ട് 12,000 കോടി കുറഞ്ഞു.
നമ്മുടെ നികുതി വിഹിതം 3.58% നിന്ന് 1.925% നമുക്ക് കുറച്ചപ്പോൾ നമുക്കുണ്ടായ നഷ്ടം 18,000 കോടി രൂപയാണ്. ഇനി ഈ പബ്ലിക് അക്കൗണ്ടിലെ നീക്കിയിരിപ്പ്, അതുപോലെ കിഫ്ബി, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനി, ഇതിലൂടെ സമാഹരിച്ച പണമുണ്ടല്ലോ, ആ പണം അതിൻ്റെ വായ്പാ അനുമതിയിൽ വന്നിട്ടുള്ള കുറവിൻ്റെ ഫലമായി കേരളത്തിൽ 19,000 കോടി പറഞ്ഞു. ഇവിടെ ബി ജെ പിയുടെ പ്രതിനിധി പറഞ്ഞല്ലോ, നാഷണൽ ഹൈവേയുടെ നിർമ്മാണത്തിന് വേണ്ടി ഞങ്ങൾ 4 ലക്ഷം 5 ലക്ഷം കോടിയൊക്കെ കടമെടുത്തെന്ന്, അതിന് വായ്പ വേറെ കിട്ടും, അതിന് വരുമാനമുണ്ടെന്ന്. ഇത് തന്നെയല്ലേ കിഫ്ബി? ഈ കേരളത്തിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കിഫ്ബിയിലൂടെ നടത്തുന്ന ഓരോ പ്രവർത്തനവും ഇതല്ലെങ്കിൽ നാളെ കേരളത്തിന് അതിലൂടെ തന്നെ ഇതിൻ്റെ കടം തീർക്കാൻ കഴിയുമെന്നുള്ള കണക്ക് ശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയല്ലേ. ഇനി ഗ്രാൻറ്റുകളും കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ വിഹിതങ്ങളുമായിട്ടുള്ള കുടിശ്ശിക 7,100 കോടിയുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ UGCയുടെ ശമ്പള പരിഷ്കരണ വിഹിതം 750 കോടി, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുള്ള ഗ്രാൻറ്റ് 1921 കോടി, നെല്ല് സംഭരണം ഉൾപ്പെടെയുള്ള ഭക്ഷ്യസുരക്ഷാ പദ്ധതിക്കുള്ള വിഹിതം 1100 കോടി, ദുരിതാശ്വാസങ്ങൾക്കുള്ള വിഹിതം കേന്ദ്രം തരാനുള്ളത് 139 കോടി, സ്റ്റേറ്റ് ഡിസാസ്റ്റർ മിറ്റിഗേഷൻ ഫണ്ട് ഇനത്തിൽ നമുക്ക് തരാനുള്ള 69 കോടി, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്പെഷ്യൽ അസിസ്റ്റൻസുമായി ബന്ധപ്പെട്ട 3,000 കോടി. ഇത്രയും ഇപ്പം നമുക്ക് കിട്ടാനുണ്ട് കേന്ദ്രത്തിൽ നിന്ന്. ഇതെല്ലാം കൂടെ നമുക്ക് സമയത്ത് കിട്ടിയാൽ തന്നാൽ ഇതെല്ലാം വലിയ കുടിശ്ശിക. ശരി ശരി. ഏതായാലും വായ്പ എടുക്കാൻ സംസ്ഥാനം നിർബന്ധിതരാവുന്ന വിധം കേന്ദ്രം ഞെരുക്കുകയാണ് സംസ്ഥാനത്തെ എന്ന വാദമാണ് ചിത്രം ഉയർത്തി. ഞാൻ മടങ്ങി വരാം നിങ്ങളെ. ശ്രീ നിജേഷ് അരവിന്ദ് വായ്പ 13,000 കോടി എടുക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ടെങ്കിലും ഒന്നുമല്ല. വെറും 4 ദിവസത്തേക്കുള്ളതാണ് ഈ 13,000 കോടി എന്നാണ് പറയുന്നത്. 2 ചൊവ്വാഴ്ച കഴിഞ്ഞാൽ ഈ എടുത്ത പൈസ പോലും തീരുമെന്നാണ് കോടതിയെ കപിൽ സിബൽ അറിയിച്ചത്. 50,000 കോടി വായ്പ വേണ്ടി വരുന്ന ഒരു സാഹചര്യം സംസ്ഥാനത്തുണ്ട്. അതിൽ കേന്ദ്രത്തിന്റെ ഈ ഞെരുക്കലും കൂടിയുണ്ട് എന്നാണ് ചിത്രരഞ്ജനോട് ചൂണ്ടിക്കാട്ടുന്നത്. എന്താണ് നിങ്ങളുടെ ഒരു ടേക്ക്? ഒന്ന്, ശ്രീ ചിത്തരഞ്ജൻ പറഞ്ഞതിനോട് വിയോജിപ്പുണ്ട്. ഞങ്ങൾ സന്തോഷിച്ച് നിന്നിട്ടില്ല മിസ്റ്റർ ചിത്തരഞ്ജൻ. ഏതെങ്കിലും കാരണവശാൽ കേരളത്തിലെ ശമ്പളം മുടങ്ങുമ്പോഴോ പെൻഷൻ മുടങ്ങുമ്പോഴോ മാവേലി സ്റ്റോറിൽ സാധനമില്ലാതാകുമ്പോഴോ കുട്ടികളുടെ USSനും LSSനും പൈസ കൊടുക്കാതാകുമ്പോഴോ കുട്ടികൾക്ക് പാലും മുട്ടയും കിട്ടാതാകുമ്പോഴോ സന്തോഷിക്കുന്ന ഏർപ്പാട് ഞങ്ങൾക്കില്ല. ഞങ്ങളതിന് വളരെ മുമ്പ് തന്നെ ഈ ഒരു അവസ്ഥയെപ്പറ്റി സൂചിപ്പിച്ചിരുന്നു. താങ്കൾ ഉള്ള നിയമസഭയ്ക്കകത്ത് ഇതിന് തൊട്ട് മുന്നിലത്തെ സമ്മേളനത്തിനകത്ത് വളരെ കൃത്യമായി കേരളത്തിൻ്റെ സാമ്പത്തിക അവസ്ഥയെപ്പറ്റി പറഞ്ഞിരുന്നു. ഞങ്ങൾ ഒരു ഘട്ടത്തിൽ പോലും ഈ ഗവൺമെന്റ് ഏതുവിധേന പണം സ്വരൂപിക്കുന്നതിനും ഞങ്ങൾ എതിരല്ല. അതുകൊണ്ട് ആ തരത്തിൽ താങ്കൾ പരാമർശിച്ച ആ പരാമർശം പിൻവലിക്കണം. കേരളത്തിലെ ജനതയ്ക്ക് ശമ്പളം കിട്ടണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. കേരളത്തിലെ ജനതയ്ക്ക് സ്വസ്ഥമായി ജീവിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. 2, ഈ ഗവൺമെന്റിന് ആ ഒരു ധനകാര്യ മാനേജ്മെന്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അതിന് മറുപടി പറയേണ്ടത്. ഒരു നിമിഷം ചിത്രരഞ്ജൻ പ്ലീസ്, അതൊന്ന് പൂർത്തിയായിക്കോട്ടെ പ്ലീസ്. ഞാൻ വരാം. നിജേഷ്, അല്ല, ഞാൻ അദ്ദേഹത്തോട് ഒരു സൗഹൃദത്തിലാ, അല്ലാതെ വേറെ അനുഭവമൊക്കെ അല്ല. ഞാനൊരു സൗഹൃദത്തിന് വേണ്ടി ഒരു കാര്യം ചോദിച്ചോട്ടെ. ചോദിക്കൂ ചിത്രരഞ്ജൻ, ചോദിക്കൂ. അദ്ദേഹം വഴങ്ങുമെങ്കിൽ ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ. ഞാൻ വേറൊന്നുമല്ല, അദ്ദേഹം പറഞ്ഞല്ലോ, ഞാൻ ആ നല്ല മനസ്സിന് നന്ദി. ഈ കോടതി കഴിഞ്ഞ മാസമാണല്ലോ, ഫെബ്രുവരി മാസത്തിലാണല്ലോ പറഞ്ഞത്. അല്ല, കോടതി ഫെബ്രുവരി മാസത്തിൽ പറഞ്ഞല്ലോ, നിങ്ങൾ പരസ്പരം സംസാരിച്ച് ധാരണ വരുത്താൻ. നമ്മൾ സംസാരിക്കാൻ ചെന്നപ്പോൾ നിങ്ങൾ കേസ് പിൻവലിച്ചിട്ട് വരൂ, എങ്കിൽ നിങ്ങളെ കാശ് തരാമെന്ന് പറഞ്ഞപ്പോൾ ഒരു പ്രസ്താവനയെങ്കിലും ഈ കേരളത്തിന് വേണ്ടി, അതൊരു മിനിമം നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന്റെ എല്ലാ നേരെയുള്ള കടന്നുകയറ്റമല്ലേ. കർണാടക പോലും സമരം ചെയ്തല്ലോ കഴിഞ്ഞ 7-ാം തീയതി. നിങ്ങളൊരു പ്രസ്താവന അതിനുകൂടി മറുപടി കേന്ദ്ര ഗവൺമെന്റ് അങ്ങനെ പറയുന്നത് തെറ്റാണ്. ഒന്ന് പറയാവോ? തീർന്നിട്ടില്ല ശ്രീ ചിത്തരഞ്ജൻ. ഇന്നും ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ സംസാരം തുടരണം എന്ന് തന്നെയാണ്. നേരത്തെ ഹർജി പിൻവലിച്ചാൽ മാത്രമേ ഞങ്ങൾ കൊടുക്കൂ എന്ന് പറയുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. ഞങ്ങൾ കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന ഫെഡറൽ സംവിധാനത്തിനെ ഇല്ലാതാക്കുന്ന നരേന്ദ്രമോദി ഗവൺമെന്റിന് ഞങ്ങൾ എതിരാണ്. അതിന് ഞങ്ങൾ പ്രത്യേകമായി പറയേണ്ട കാര്യമില്ല. കർണാടകയുടെ കാര്യത്തിൽ സമരത്തിന് വന്നല്ലോ കർണാടക. BJP ഇതര ഗവൺമെന്റുകളെ ഞെരുക്കുന്ന ഇല്ലാതാക്കുന്ന സമീപനം തന്നെയാണ് കേന്ദ്ര ഗവൺമെന്റിന്. അതിനാണല്ലോ നമ്മൾ ഒരുമിച്ച് ഇന്ത്യ മുന്നണി കെട്ടിപ്പടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ആ കാര്യത്തിൽ ചിത്തരഞ്ജന് യാതൊരു സംശയമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ധനകാര്യ മാനേജ്മെന്റിന്റെ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് പാളിച്ച പറ്റിയിട്ടുണ്ടോ
ഇന്ന് കോടതിയിൽ പറഞ്ഞ കപിൽ സിബൽ സമ്മതത്തോടു കൂടി പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾക്കൊന്നുമില്ല, മറ്റു സംസ്ഥാനങ്ങളുമായി കമ്പയർ ചെയ്യരുത്. ആ തരത്തിൽ നമ്മുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ ഉണ്ടായിട്ടുണ്ടോ? നികുതി പിരിച്ചെടുക്കാനുള്ള കാര്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ? പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ സെസ് വാങ്ങിയിട്ട് ഏപ്രിൽ 1 മുതൽ സ്പെഷ്യൽ സെസ് നമ്മൾ വാങ്ങിയിട്ട് അത് എത്തേണ്ടിടത്ത് എത്തിയിട്ടുണ്ടോ? ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മുടങ്ങിയിട്ടുണ്ട്. കേരളം ഒരു ഗുരുതരമായ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് നേരത്തെ ആന്റണി ഗവൺമെന്റ് ചെയ്തതുപോലെ ഈ ഒരു അവസ്ഥ ഉണ്ട്, നമ്മൾക്ക് മുണ്ട് മുറുക്കി കൊടുക്കണം എന്ന് തുറന്നു പറയാനുള്ള ഒരു മനസ്സ് ബഹുമാനപ്പെട്ട ചിത്തരഞ്ജൻ സാർ നിങ്ങളുടെ മുന്നണിയിൽ നിന്നുണ്ടായിട്ടില്ല. സാങ്കേതിക തകരാർ എന്ന് പറഞ്ഞ് പിടിച്ചു വലിച്ചു പോകുന്നതിനപ്പുറത്തേക്ക് കേരളത്തിന്റെ യഥാർത്ഥ അവസ്ഥ ഒരു വൈറ്റ് പേപ്പറിലൂടെ ജനങ്ങളെ അറിയിക്കേ. ട്രഷറി പൂട്ടുന്ന അവസ്ഥയിലാണ് ഇത്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അംഗങ്ങൾ ഈ ഫെബ്രുവരി മാസത്തിൽ ഒരു ജോലിയുമില്ലാതിരിക്കുക. ഉദ്യോഗസ്ഥർ നിരന്തരം ട്രഷറിയിലേക്ക് പോവുക, 15 ദിവസം കഴിഞ്ഞ ബില്ല് വീണ്ടും കൊടുക്കുക. അതിനപ്പുറത്തിൽ 5 ലക്ഷത്തിന്റെ ബില്ല് കൊടുത്താൽ പറയും 1 ലക്ഷത്തിൽ താഴെ പറഞ്ഞാൽ ഇപ്പൊ പാസ്സാക്കാൻ പറ്റില്ല. ഏതെങ്കിലും ഒരു ഫണ്ട് ട്രഷറിയിൽ നിന്ന് കൊടുക്കുന്നുണ്ടോ? കൊടുക്കാൻ സാധിക്കാത്ത ഒരവസ്ഥയാണ്. അത് മുഴുവൻ കൃത്യമായി പറയാൻ ഈ ഗവൺമെന്റിന് സാധിക്കണം. നമ്മളൊക്കെ പറയുന്ന കേരളം എന്ന് പറയുന്നത് പിണറായി വിജയൻ കണ്ടെത്തിയതല്ല, അല്ലെങ്കിൽ ഐക്യ ജനാധിപത്യ മുന്നണിയും കണ്ടെത്തിയതല്ല. ഈ നാട്ടിലെ 3.5 കോടി ജനങ്ങളുടേതാണ് കേരളം. ആ കേരളത്തിനെ മുന്നോട്ട് നയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾക്ക് ഒരുമിച്ചാണുള്ളത്. ഒരു ഭാഗത്ത് ധൂർത്ത് നടത്തുന്നതാണ് ജനം ചോദ്യം ചെയ്യുന്നത്. ഒരു ഭാഗത്ത് ധൂർത്ത് നടത്തുന്നു, ഒരു ഭാഗത്ത് അഴിമതി നടത്തുന്നു, മറുഭാഗത്ത് ഈ ന്യായവും പറയുന്നു. ഇത് രണ്ടും കൂടി യോജിച്ചു പോകുന്നില്ല എന്നുള്ളത് ഒരു സാധാരണക്കാരന്റെ ഒബ്സർവേഷനിൽ മനസ്സിലാകുന്നു. നിങ്ങൾ ധൂർത്ത് അവസാനിപ്പിക്കേ. നിങ്ങൾ ഈ തവണ മാത്രം എത്ര ആളുകളെ പിൻവാതിൽ നിയമനം നടത്തി, എത്ര ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ വേണ്ടി മാത്രം നിങ്ങൾ മന്ത്രിസഭയ്ക്കകത്ത് പേഴ്സണൽ സ്റ്റാഫിനെ നിയമിച്ചു. ഇതൊക്കെ ജനങ്ങളുടെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. അത് അവസാനിപ്പിച്ച് നിങ്ങൾ ധൂർത്ത് അവസാനിപ്പിക്കേ. നിങ്ങൾ ഈ സർക്കാരിന്റെ സാമ്പത്തിക അവസ്ഥ തുറന്നു പറഞ്ഞുകൊണ്ട് ഒരുമിച്ച് നിൽക്കണം എന്ന് പറ. ഒരു ഭാഗത്ത് നിങ്ങൾ അങ്ങേയറ്റം ധൂർത്തും മറുഭാഗത്ത് ഈ കുറ്റപ്പെടുത്തലും പറയുന്നത് ശരിയാണോ എന്ന് ആലോചിക്കണം. ഇനിയും സമയമുണ്ട്, ഇനിയും ആലോചിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. ശ്രീ മേരി ജോർജ്, ഈ സുപ്രീം കോടതിയിൽ നടക്കുന്ന വാദം വളരെ കൗതുകകരമാണ്. അതായത് 13,000 കോടി കൊടുത്താൽ നിങ്ങൾ ഹർജി പിൻവലിക്കണം, കാരണം മറ്റ് സംസ്ഥാനങ്ങൾ ഈ ഹർജിയുമായി വന്നാൽ ഞങ്ങൾ പെട്ടുപോകും. അങ്ങനെയാണ് കേന്ദ്രം പറയുന്നത് സുപ്രീം കോടതിയിൽ. എല്ലാവരും ഇങ്ങനെ ഹർജി വന്നാൽ ഈ അവകാശവാദം ഉന്നയിച്ചാൽ ആ ഹർജിയാണ് പ്രശ്നം. പക്ഷേ ഹർജിയിൽ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നത് ഭരണഘടനാപരമായി കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ പോകാൻ ആർട്ടിക്കിൾ 131 പ്രകാരം സുപ്രീം കോടതിയിൽ പോകാൻ അവർക്ക് അവകാശമുണ്ട്. ഹർജി പിൻവലിക്കാൻ നിങ്ങൾ നിർബന്ധിക്കരുതെന്ന് പറയുന്നു. അപ്പോൾ കേരളത്തിന് വായ്പാ പരിധി ഉയർത്തുന്നതോ താഴ്ത്തുന്നതോ അല്ല അവരുടെ പ്രശ്നം. ആ ഒരു റൈറ്റ് ചോദിച്ചാൽ വലിയ പ്രശ്നമാകുമെന്നാണ് മറ്റൊരു കാര്യം. ഈ 13,000 കോടി കൊണ്ടൊന്നും ആവില്ല. 1,00,000 കോടിയെങ്കിലും വേണം പ്രതിസന്ധി പരിഹരിക്കാനെന്നാണ് കേരളം സുപ്രീം കോടതിയിൽ ആവശ്യപ്പെടുന്നത്. ഇത് കേട്ടിട്ട് എന്താണ് തോന്നുന്നത്? അതായത് ഇപ്പോഴത്തെ ഒരവസ്ഥ പറയുകയാണെങ്കിൽ ശ്രീ ചിത്തരഞ്ജൻ എന്നോട് ക്ഷമിക്കണം, അതായത് മുങ്ങി താണുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. കേരളം പിറവിയെടുത്തതിന് ശേഷം ഒരിക്കലും ഇത്ര രൂക്ഷമായ ധനപ്രതിസന്ധിയിലേക്ക് കേരളം എത്തിയിട്ടില്ല. അതുകൊണ്ടാണ് ശമ്പളവും പെൻഷനും പോലും മുടങ്ങുന്ന ഒരവസ്ഥ വന്നത്. ശമ്പളവും പെൻഷനും മുടങ്ങിയോ എന്ന് ചോദിച്ചാൽ പെൻഷൻകാരിയായ എനിക്ക് എൻ്റെ പെൻഷൻ കിട്ടിയിട്ടില്ല ഇതുവരെ. എന്ന് കിട്ടുമെന്ന് എനിക്ക് അറിയാനും പാടില്ല. അതാണ് അവസ്ഥ. ഞാനും ഒരു ഗവൺമെൻറ് സെർവൻ്റ് ആയിരുന്നു. എൻ്റെ പെൻഷനും അപ്പോൾ സാധാരണ രീതിയിൽ ഒരു പ്രയോറിറ്റി ഉണ്ട്. ഗവൺമെൻറ് സെക്രട്ടേറിയറ്റിൽ ജോലി ചെയ്യുന്നവർ, ഗവൺമെൻറ് ജീവനക്കാർ എന്നൊക്കെ പറയുമ്പം അവർക്ക് പ്രയോറിറ്റിയിൽ എന്ന് വെച്ചാൽ ആദ്യം അവരുടെ ശമ്പളവും പെൻഷനും കിട്ടുമെന്നുള്ളൊരു ധാരണയാണ് പൊതുവേ ഉള്ളത്. അതാണ് അങ്ങനത്തെ സേവനങ്ങളോട് പ്രത്യേക ഒരു മമത ജനത പുലർത്തുന്നതിൻ്റെയും കാരണം. അപ്പോൾ അങ്ങനെയുള്ള അവസ്ഥയിൽ അവർക്ക് പോലും ശമ്പളവും പെൻഷനും കൊടുക്കാൻ പറ്റിയില്ല. അത് ക്രമേണ കുറേശ്ശെ കൊടുത്തുകൊണ്ടിരിക്കുന്നു. എന്തുകൊണ്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു? ഇപ്പോൾ നമ്മൾ അതിൻ്റെ പുറകിലായിട്ട് പോകണം. അതായത് ഇവരെ കൊടുത്തിരിക്കുന്ന കേസിനകത്ത് അജിൻസ് പറഞ്ഞതുപോലെ തന്നെ 50,000 കോടി കടമെടുക്കാൻ അനുവദിക്കണം എന്ന് ചോദിച്ചാണ് ഹർജി കൊടുത്തിരിക്കുന്നത്. ആ ഹർജി കൊടുത്തത് സുപ്രീം കോടതിയിൽ നിന്ന് പിൻവലിക്കുകയാണെങ്കിൽ 13,608 കോടി കടമെടുക്കാൻ നമുക്ക് അർഹതയുള്ള കടമാണ് എന്ന് പറയുന്നു. പക്ഷേ ആ അർഹത പോലും ചോദ്യം ചെയ്യപ്പെടേണ്ട അർഹതയാണ്. കാരണം 4,862 കോടി ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെ പേരിലുള്ള കടം എന്തുകൊണ്ട് നമുക്ക് വാങ്ങാൻ പറ്റുന്നില്ല? പറ്റാതിരിക്കുന്നതിൻ്റെ കാരണം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കണ്ടീഷൻ, ഒരുപാട് കാര്യങ്ങൾ ശരിയാക്കി ഇലക്ട്രിസിറ്റി ബോർഡ് പരിഷ്കരണം കൊണ്ട്, പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ടത് അവിടെ സ്മാർട്ട് മീറ്റർ
ഘടിപ്പിക്കുക എല്ലാ ഉപഭോക്താക്കൾക്കും എന്നുള്ളതായിരുന്നു. അത് ഇവിടുത്തെ യൂണിയൻകാർ സമ്മതിച്ചില്ല. യൂണിയൻകാർ സമ്മതിക്കാതെ അവർ പറഞ്ഞു ടോട്ടക്സ് മോഡലിലുള്ള സ്മാർട്ട് മീറ്റർ കേരളത്തിലേക്ക് കൊണ്ടുവരണ്ട, ഇവിടെ ഇലക്ട്രിസിറ്റി ബോർഡും മറ്റ് പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ കൺസോർഷ്യവും കൂടി ചേർന്ന് സ്വന്തമായിട്ട് സ്മാർട്ട് മീറ്റർ ഫോം ചെയ്ത് അത് വെച്ചുകൊള്ളാം എന്ന് പറഞ്ഞു. അങ്ങനെ വെച്ചുകൊള്ളാമെന്ന് പറഞ്ഞ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം നിരാകരിച്ചു എന്നുള്ളതാണ് ഇത് താമസിക്കാൻ കാരണം. അതേ സമയത്ത് ഓർമ്മിക്കണം, എന്തിനാണ് ഈ സ്മാർട്ട് മീറ്റർ എന്ന് കേന്ദ്രം ആവശ്യപ്പെട്ടത്? അത് കാരണം 20 മുതൽ 30% വരെ പ്രസരണ നഷ്ടം, എല്ലാ സംസ്ഥാനങ്ങളിലും പ്രസരണ നഷ്ടമുണ്ട്, ഇവിടെയുമുണ്ട്. ആ പ്രസരണ നഷ്ടം തീർന്നാൽ തന്നെ വലിയ തോതിൽ ഇലക്ട്രിസിറ്റിയുടെ വാല്യൂ കുറയും. നമ്മൾ കൊടുക്കുന്ന ഇലക്ട്രിസിറ്റി ചാർജ് അതിൻ്റെ റേറ്റ് കുറയും. അതുകൊണ്ടാണ് കേന്ദ്രം ഇൻസിസ്റ്റ് ചെയ്തത്. പക്ഷേ ഇവിടുത്തെ തൊഴിലാളി യൂണിയനുകളുടെ കടുംപിടുത്തം മൂലമാണ് അത് ടോട്ടക്സ് കമ്പനിക്ക് കൊടുക്കാതെ ഇപ്പോഴും സ്മാർട്ട് മീറ്റർ ഘടിപ്പിക്കാതിരിക്കുന്നത്. നമ്മളൊക്കെ അതുകൊണ്ട് അതിൻ്റെ ഭാരം കൂടുതൽ പേറുകയാണ്. അപ്പോൾ അങ്ങനെ കാരണങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഈ 16,308 കോടി കേന്ദ്രം അനുവദിക്കാതിരുന്നത്. ആ കാരണങ്ങൾ പരിഹരിച്ചില്ല. പക്ഷേ ഇപ്പോൾ സംസ്ഥാനം മുങ്ങിത്താഴുന്ന അവസ്ഥയിലാണ്. അപ്പോൾ സുപ്രീം കോടതിയിൽ ഹർജിയുമായിട്ട് ചെല്ലുന്നു. സുപ്രീം കോടതി അപ്പോൾ എന്ത് ചെയ്യും? ബലഹീനൻ്റെ ഭാഗത്ത് തന്നെ നിൽക്കും സുപ്രീം കോടതി. അതുകൊണ്ടാണ് സംസ്ഥാന സർക്കാരിനെ സഹായിക്കത്തക്ക രീതിയിൽ അപ്പോൾ കേന്ദ്രം നിരത്തി. അതായത് സംസ്ഥാന സർക്കാരിൻ്റെ കെടുകാര്യസ്ഥത കൊണ്ട് ആണ്, ഫിസ്ക്കൽ മിസ്മാനേജ്മെൻ്റ് ഒക്കെയാണ് ഇതുപോലെ ഒരു അവസ്ഥയിൽ എത്തിച്ചേർന്നത്. അവരാവശ്യത്തിലധികം കടമെടുക്കുകയാണ്. ശരിയാണ്, ആവശ്യത്തിലധികം കടമെടുക്കുകയാണ്. ഏത് കണക്കുകൾ കൊണ്ടുവന്ന് LDF നിരത്തിയാലും സാമാന്യ ബുദ്ധിയുള്ള ആർക്കും അറിയാം FRBM ആക്ട് അനുശാസിക്കുന്നത് GSDPയുടെ 3% കടമെടുക്കുക എന്നുള്ളതാണ്. ആ 3% കട എടുത്താൽ തികയില്ല എന്ന് പറഞ്ഞിട്ടാണ് 2016-17 മുതൽ കിഫ്ബി കൊണ്ടുവന്നത്, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡ് കൊണ്ടുവന്നത്. ഇത് രണ്ടും ബജറ്റിന് പുറത്താണെന്ന് ഇവർ പറയുന്നു LDF. പക്ഷേ ബജറ്റിനകത്താണെന്ന് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവും. കാരണം നമ്മൾ ബജറ്റിലൂടെ കളക്ട് ചെയ്യുന്ന 1% സെസ്, പെട്രോളിയം സെസ് നേരെ പോകുന്നത് കിഫ്ബിയുടെ അക്കൗണ്ടിലേക്കാണ്, അതിൻ്റെ പലിശ കൊടുക്കാനാണ്. അതുപോലെ നമ്മൾ പിരിക്കുന്ന 50% മോട്ടോർ വെഹിക്കിൾ ടാക്സ് നേരെ പോകുന്നത് കിഫ്ബിയിലേക്കാണ്, അതിൻ്റെ പലിശയും മുതലും തിരിച്ചടവിന് വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ ബജറ്റിൽ ഉൾപ്പെടുത്തി പിരിക്കുന്ന നികുതികൾ കിഫ്ബിയിലേക്ക് പോവുകയും എന്നിട്ട് കിഫ്ബി ബജറ്റിന് പുറത്താവണം എന്ന് പറയുകയും ചെയ്യുന്നത് എന്ത് ബാലിശമായ ആർഗ്യുമെൻ്റാണ്. ആരാണ് അത് വിശ്വസിക്കുക? അതുപോലെ തന്നെ ഗവൺമെൻറ്റാണ് ഗ്യാരണ്ടർ എന്ന് പറഞ്ഞാൽ സംസ്ഥാന ഗവൺമെൻറ്റിന് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ആ ബാധ്യത ഏറ്റെടുക്കണം. അങ്ങനെ ബാധ്യത ഏറ്റെടുക്കണം എന്നുള്ള ആ മൂന്നാമത്തെ കണ്ടീഷൻ, ഈ 3 കണ്ടീഷന് വെച്ചാണ് കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും എടുക്കുന്ന കടം ബജറ്റിനകത്താണ്. അതുകൊണ്ട് ബജറ്റിനകത്ത് കടമെടുക്കാവുന്ന 3%, അതായത് GSDPയുടെ 3%മാണ് ബജറ്റിനകത്ത് കടമെടുക്കാവുന്നത്. അതിനകത്ത് ഉൾപ്പെടുത്തണം കിഫ്ബി വഴിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് വഴിയും എടുക്കുന്ന കടം എന്നാണ് CAG ചൂണ്ടിക്കാണിക്കുന്നത്, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചൂണ്ടിക്കാണിക്കുന്നത്, ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ എന്ത് പക്ഷാഭേദമുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ കടമെടുത്തെടുത്ത്, അതായത് കിഫ്ബിയും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് പുറത്ത് നിർത്തിയിട്ട് പോലും നമ്മുടെ ബജറ്റിനകത്തെ കടമെന്ന് പറഞ്ഞ് എടുക്കുന്ന കടം അതായത് 2019-20 അത് 30.1%. 20-21 മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ വർഷങ്ങളിലും അത് 38, 39 ഈ തരത്തിലാണ്. അതിനകത്ത് കിഫ്ബി അത് 38. കിഫ്ബി വഴി കടം വാങ്ങാമെന്ന് കരുതി കുറെ അധികം പദ്ധതികൾ പ്രഖ്യാപിച്ചു. 2020 കിഫ്ബിയുടെ ഓഫ് ബഡ്ജറ്റ് അല്ല, അത് ബജറ്റ് ബോറോയിങ് തന്നെയാണെന്ന് കേന്ദ്ര നിലപാട് സ്വീകരിക്കുന്നു, RBI നിലപാട് സ്വീകരിക്കുന്നു. പിന്നെ വേറെ നിവൃത്തിയില്ല, കൂടുതൽ കടം വാങ്ങിയാലേ രക്ഷയുള്ളൂ. അല്ല, പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് അതിനനുസരിച്ച് ആക്ഷൻ എടുക്കാൻ തുടങ്ങിയത് ഈ ബജറ്റ് ഇയറിലാണ്. അതായത് 2023-24 ബജറ്റ് ഇയറിലാണ് കേന്ദ്രം പറയുന്നത് നിങ്ങൾ കിഫ്ബി വഴിയെടുത്ത കടവും സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയെടുത്ത കടവും അടുത്ത 3 വർഷങ്ങളിലായിട്ട്, അതായത് ഈ വർഷം ഭാഗികമായിട്ട്, അടുത്ത വർഷം, അതിനടുത്ത വർഷം, ഈ 3 വർഷങ്ങളിലായിട്ട് സ്പ്രെഡ് ഔട്ട് ചെയ്ത് ബജറ്റിനകത്ത് ഉൾപ്പെടുത്തി അത് നിർവഹിക്കണമെന്ന്. അപ്പോൾ സംസ്ഥാനം സമ്മതിക്കുന്നില്ല. അങ്ങനെയാണ് ആകെ പ്രതിസന്ധി ആയത്.
അവസാനം ഇത് പ്രതിസന്ധി ഒന്നും അതുകൊണ്ടല്ല, നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെയുള്ള കെടുകാര്യസ്ഥത എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ബഡ്ജറ്റ് ഒന്ന് എടുത്തു നോക്കുക. A39 എന്നൊരു ടേബിളുണ്ട് ഈ പ്രാവശ്യത്തെ 24-25 ബഡ്ജറ്റ് ഇൻ ബ്രീഫിൽ, ഡോക്യുമെൻ്റ് എൻ്റെ അടുത്തിരിപ്പുണ്ട്. ആ ബഡ്ജറ്റിൽ തന്നെ പറയുന്നുണ്ട്, A39 ടേബിൾ നിങ്ങൾ എടുത്തു നോക്കുക. 19,975 കോടി രൂപയാണ് പിരിച്ചെടുക്കാനുള്ള നികുതി കുടിശ്ശിക. നികുതിയേതര വരുമാനത്തിൻ്റെ കുടിശ്ശിക അതിലില്ല, നികുതി കുടിശ്ശിക. അതിൽ തന്നെ ഒരു തടസ്സവുമില്ലാതെ കേസിലെ ഒന്നും പെടാത്തതാണ് 13,000 കോടിയോളം കുടിശ്ശിക. അതിൽ തന്നെ ഓർമ്മിക്കുക, 4,000 കോടിയോളം കുടിശ്ശിക GST വിങ്ങിൽ നിന്നാണ് പിരിച്ചെടുക്കാനുള്ളത്. അതുപോലെ പിന്നെ ഇലക്ട്രിസിറ്റി ബോർഡുകാരുടെ അടുത്തുനിന്ന് 3,000 കോടിയോളം പിരിച്ചെടുക്കാനുണ്ട്. അപ്പോൾ ഇതുപോലെ നികുതി കുടിശ്ശിക പിരിച്ചെടുക്കാത്ത ഒരു ഗവൺമെൻറ് പിടിപ്പുകേട്, കാര്യക്ഷമതയില്ലായ്മ എന്നല്ലാതെ മറ്റെന്താണ് അതിന് പറയാനുള്ളത്? അതുപോലെ തന്നെ CAG ചൂണ്ടിക്കാണിക്കുന്ന വേറൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. CAG ചൂണ്ടിക്കാണിക്കുന്ന, അതും കൂടി പറയട്ടെ, 28,258.39 കോടിയാണ് വരുമാന കുടിശ്ശിക. വരുമാന കുടിശ്ശിക എന്ന് പറയുമ്പോൾ ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞത് നികുതി കുടിശ്ശികയാണ്. ഇതിൻ്റെ കൂടെ നികുതിയേതര വരുമാനവും കൂടെ ചേർന്നതാണ് 28,258 കോടി. അപ്പോൾ ഇത്രയധികം കുടിശ്ശിക പിരിച്ചെടുക്കാനുള്ള ഒരു ഗവൺമെൻറ് ആ കുടിശ്ശിക പിരിച്ചെടുക്കാതെ കടം വാങ്ങൽ എളുപ്പമാണ്. മറ്റേ സർക്കാർ ജീവനക്കാർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ അവരെ കൊണ്ട് എന്തുകൊണ്ടാണ് ഇത് കുടിശ്ശിക പിരിച്ചെടുക്കാൻ പറ്റാത്തത്? CAG പറയുന്ന വളരെ പ്രധാനപ്പെട്ട മറ്റൊരു ഫാക്ടറുണ്ട്, അതും കൂടി ഓർമ്മിക്കണം. അതായത് CAG പറയുന്നത് ഗവൺമെൻറ്റിലെ ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല. എന്തുകൊണ്ട് ഇൻറ്റേർണൽ ഓഡിറ്റിംഗ് നടക്കുന്നില്ല? അപ്പോൾ ഓഡിറ്റേഴ്സ് പറയുന്നത് അവർ ഓഡിറ്റിങ്ങിന് ചെല്ലുമ്പോൾ ഗവൺമെൻറ് വകുപ്പുകൾ നിരുത്സാഹപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് നിരുത്സാഹപ്പെടുത്തുന്നത്? ഒന്നുകിൽ കിട്ടിയിരിക്കുന്ന ഫണ്ട് വകമാറ്റി ചെലവഴിച്ചു, അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിൽ ധൂർത്ത് ചെയ്തു. അപ്പോൾ അത് പുറത്തു വരാൻ പാടില്ല. അതുകൊണ്ടാണ് ഓഡിറ്റിംഗ് സമ്മതിക്കാത്തത്. ഈ തരത്തിലെ ക്രമക്കേടുകൾ നടക്കുന്ന ഒരു ഗവൺമെൻറ്റിൽ എങ്ങനെയാണ് കാര്യക്ഷമമായിട്ട് നികുതി പിരിക്കാനോ അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ട് മുൻപോട്ട് പോകുവാനോ കഴിയുന്നത്? അതാണ് ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ശ്രീ പിന്റു, ഇനി സമയം വളരെ കുറവാണ്, ഒരു 5 മിനിറ്റിൽ അങ്ങയുടെ പ്രതികരണം അവസാനിപ്പിടുന്നത് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഇപ്പോൾ കിഫ്ബിയെ കുറിച്ചാണ് ചൂണ്ടിക്കാട്ടിയത് മേരി ജോർജ്. കിഫ്ബി എടുക്കേണ്ടി വരുന്നത് എന്താണ്, വായ്പാ പരിധി എന്ന ആ ഒരു കടമ്പ മറികടക്കാൻ വേണ്ടിയാണ് കിഫ്ബി എന്ന സംവിധാനം ഉണ്ടാക്കുന്നത്. ഇതേ കാര്യം കേന്ദ്രവും ചെയ്യുന്നുണ്ടെന്ന്. ഇപ്പോൾ പ്രിന്റ് തുടക്കം പറഞ്ഞല്ലോ, ഈ ഹൈവേ പദ്ധതികളിൽ ധാരാളമായി കേന്ദ്രം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന്. എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്? ഈ 6 മാസം മുമ്പ് വരെയുള്ള നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കടം 3.5 ലക്ഷം കോടി രൂപയാണ്. അവരും കിഫ്ബി പോലെയാണ് പൈസ ഉണ്ടാക്കുന്നത്. അവരൊരു ട്രസ്റ്റ് ഉണ്ടാക്കിയേക്കാണ്, ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് ട്രസ്റ്റ്. അതിലേക്ക് വായ്പ വാങ്ങുന്നു, ഈ റോഡിൽ നിന്ന് കിട്ടുന്ന വരുമാനം വഴിയാണ് വായ്പ തിരിച്ചടയ്ക്കുന്നു. ഇതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് കിഫ്ബിയും ചെയ്യുന്നത്. അപ്പോൾ ഒരു തരം ഒരു പന്തിയിൽ 2 വിളമ്പ് എന്ന് തോന്നുന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ. അതാണ് കോടതിയിൽ ചോദ്യം ചെയ്യുന്നു കേരളം. അല്ല ജെയിംസ് സാർ, ഇപ്പം നമുക്കറിയാലോ, ഇപ്പം കിഫ്ബി വഴി ഈ തോമസ് ഐസക് എന്ന് പറയുന്ന ധനകാര്യമന്ത്രി സത്യത്തിൽ ഈ കേരളത്തെ ഈ പറയുന്ന ഗതികേടിൽ എത്തിക്കാനുള്ള പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഉട്ടോപ്യൻ ആശയമാണ് സത്യത്തിൽ കിഫ്ബിയും ഈ നമ്മുടെ പെൻഷൻ പ്രോഗ്രാമും. ഇത് രണ്ടുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കി 76,000 കോടി രൂപയാണ് സാർ ഈ കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഈ കടമെടുത്തുള്ള കേരള സർക്കാർ. അതിൽ 22,000 കോടി രൂപ മാത്രമാണ് വിവിധ പദ്ധതികൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. ബാക്കി പണം എവിടെ? ഇനി ഇവർ ചെലവഴിച്ച പദ്ധതികൾ നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. സ്കൂൾ ബിൽഡിംഗ്, പാലങ്ങൾ, റോഡുകൾ, ഇങ്ങനെ ഉൽപാദനക്ഷമമല്ലാത്ത, രാജ്യത്തിന് വികസനത്തിന് അനിവാര്യമാണ്, അതൊരു സംശയം വേണ്ട, ഉൽപാദനക്ഷമമല്ലാത്ത മേഖലയിലാണ് ഈ പണം മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഈ കിഫ്ബി വഴിയെടുത്ത പണത്തിൻ്റെ 60% പണം പെൻഷൻ കൊടുക്കാനും ശമ്പളം കൊടുക്കാനുമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അത് പ്രൊഡക്റ്റീവാണോ, ഉൽപാദനക്ഷമമാണോ? കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് ഇപ്പോൾ നാഷണൽ ഹൈവേ ആണെങ്കിൽ 5 വർഷം കൊണ്ട് ടോൾ പിരിച്ച് അതിൻ്റെ വരുമാനം കൊണ്ട് ഈ രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ മെച്ചപ്പെടുത്താനും കടബാധ്യത ഇല്ലാതാക്കാനും പറ്റും. ഇപ്പോഴും ഈ 70,000 കോടിയുടെ ബാധ്യത 16%, 14% പലിശ കൊടുത്ത് അത് 1 ലക്ഷത്തിലേക്കോ 2 ലക്ഷത്തിലേക്കോ 10 വർഷം കൊണ്ടുപോകുന്ന രീതിയിലേക്കാണ് കിഫ്ബിയുടെ പ്രോഗ്രാം. പിന്നെ ഈ രാജ്യത്തും നമ്മളൊന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം സാർ, ഇപ്പോൾ ഈ കിഫ്ബി എന്ന് പറയുന്ന ഇവരൊരു കമ്പനി ഉണ്ടാക്കി. ഈ കമ്പനിയുടെ ഗ്യാരണ്ടർ ആരാണ്? സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഗ്യാരണ്ടർ എന്നതിൽ സംസ്ഥാന സർക്കാരിനാണ് അതിൻ്റെ എല്ലാ ബാധ്യതയും ഏറ്റെടുക്കേണ്ടി വരിക. ഇനി സംസ്ഥാന സർക്കാർ അത് ഏറ്റെടുത്തില്ലെങ്കിൽ അതിൻ്റെ ബാധ്യത കേന്ദ്ര സർക്കാരിനാണ്. അത് മാത്രമല്ല, മസാല ബോണ്ട് പോലെയുള്ള കാര്യങ്ങൾ വിദേശ കമ്പനികളിൽ നിന്നടക്കം പണം സ്വീകരിക്കുന്നു.
അത് രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയുമായി ബന്ധപ്പെട്ട് നോക്കുന്ന സമയത്ത് അത് രാജ്യത്തിനെ ബാധിക്കുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ ഇതിനൊന്നും യാതൊരു വിധവും മാനദണ്ഡങ്ങളും കൽപ്പിക്കാതെ രാജ്യത്തിന്റെ സാമ്പത്തിക നയങ്ങൾക്ക് വിരുദ്ധമായിക്കൊണ്ട് ഈ രാജ്യത്ത് സ്വതന്ത്രമായിട്ടുള്ള ഒരു സാമ്പത്തിക രംഗം സൃഷ്ടിക്കാനുള്ള പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ കിഫ്ബിയും ഈ പെൻഷൻ ബോർഡും ഒക്കെ. അപ്പൊ സ്വാഭാവികമായിട്ട് അതാണ് കേന്ദ്ര സർക്കാർ ചോദ്യം ചെയ്തത്. ഇത് വരുന്ന സമയത്തിന് CAG റിപ്പോർട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ മേരി ടീച്ചർ പറഞ്ഞല്ലോ, ഇതിന്റെ 2023 അതുമായി ബന്ധപ്പെട്ട പണം തിരിച്ചു പിടിച്ചിട്ട് അതുമായി ബന്ധപ്പെട്ട കടമെടുക്കാൻ പരിധി കുറച്ചത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുത, ഈ കേരളത്തിലെ കടബാധ്യതയിലേക്ക് മാറ്റാൻ വേണ്ടി ഇവിടെ ജനിച്ചു വീഴുന്ന ഓരോ കുട്ടിയെയും കടബാധ്യതയിലേക്ക് മാറ്റാനുള്ള ശ്രമമാണ് ഇവിടുത്തെ LDF സർക്കാർ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ കിഫ്ബിയും ഈ പെൻഷൻ ബോർഡ് സെക്യൂരിറ്റി, സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ. പിന്നെ രണ്ടാമതൊരു വസ്തു, അദ്ദേഹം ഇപ്പോഴും ആവർത്തിക്കുന്നത് ഈ 56,000 കോടി രൂപയുടെ കഥയാണ്. നിങ്ങൾ മനസ്സിലാക്കണം, നിയമസഭയെ തെറ്റിദ്ധരിക്കുന്നു, ഈ രാജ്യത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നു, കേരളത്തിലെ ജനങ്ങളെ തെറ്റിദ്ധരിക്കുന്നു. നിയമസഭയിൽ പോലും ഇതിന്റെ കണക്കുകൾ ചോദിച്ച സമയത്ത് നമുക്ക് മനസ്സിലായല്ലോ ഈ 56,000 കോടി എന്ന് പറയുന്നത് ഒരു കടലാസ് രേഖയാണെന്ന്. നേരത്തെ അദ്ദേഹം പറഞ്ഞ 5 വർഷം, നമുക്കറിയാം, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. GSTയുടെ നഷ്ടപരിഹാരത്തിന് കിട്ടുന്നത് 5 വർഷമാണ്. അത് ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ള സംസ്ഥാനം എന്ന് പറയുന്നത് കേരളമാണ്. എന്നൊക്കെ അതോടൊപ്പം നമ്മൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് എല്ലാ മാസവും 2,750 കോടി രൂപയായിരുന്നു കേന്ദ്ര സർക്കാർ നൽകിയിട്ടുള്ളത്. അതിനും പരിധി ഉണ്ടായിരുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട വസ്തുത, ഇവർ ഈ കണക്കുകൾ പറഞ്ഞതുകൊണ്ട് മാത്രം, കണക്കുകൾ എന്ന് പറഞ്ഞ ആധികാരികൾ, നേരത്തെ അദ്ദേഹം പറഞ്ഞ കള്ളക്കണക്കുകൾ പറയും. എവിടെയാണ് കള്ളക്കണക്ക് പറയുന്നത്? നോക്കൂ, നിങ്ങൾ 10 വർഷം കൊണ്ട് പദ്ധതിയേതര വിരുദ്ധവും നികുതി വരുമാനത്തിലടക്കം 2,22,000 കോടി രൂപയാണ് ഈ കേരളത്തിൽ ലഭിച്ചിട്ടുള്ളത്. ശരി. അപ്പൊ നേരത്തെ അദ്ദേഹം പറഞ്ഞു പല പദ്ധതിയേതര വിഹിതം കിട്ടുന്നില്ല. കാരണം എന്താണ്? 750 കോടി UGCയുമായി ബന്ധപ്പെട്ട 750 കോടി നഷ്ടപ്പെടുത്തിയത് ഈ സർക്കാരാണ്. നമ്മൾ മനസ്സിലാക്കണം, ഈ സർക്കാർ കൃത്യമായിട്ട് രേഖകൾ ഹാജരാക്കുന്നില്ല. നമുക്കറിയാലോ, നമ്മൾ എപ്പോഴും ഏത് കാര്യത്തിലാണെങ്കിലും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഉൽപാദനക്ഷമമല്ലാത്ത മേഖലകളിൽ കടം വാങ്ങിയ പണം നിക്ഷേപിക്കുന്നു എന്നുള്ളതാണ്. ഉൽപാദനപരമായ മേഖലകളിൽ നിക്ഷേപിക്കണം. അതുകൂടാതെ മേരി ജോർജ് ചൂണ്ടിക്കാട്ടിയ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വരുമാന കുടിശ്ശിക ഭീമമായി കൊണ്ടിരിക്കുകയാണ്. അത് നികുതിയേതര വരുമാനങ്ങൾ പിരിച്ചെടുക്കുന്നതിലുള്ള സർക്കാരിൻ്റെ അനാസ്ഥയാണ് എന്ന കാര്യം കൊണ്ടുണ്ട്. അതിന് മറുപടി അജിംസെ, ഇവിടെ BJPയുടെ പ്രതിനിധി ഒരു തെറ്റായ കാര്യം, അദ്ദേഹം പല കാര്യം പറഞ്ഞതിനകത്ത് ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയുന്നു. 1 രൂപ കിഫ്ബിയിൽ നിന്നെടുത്ത് പെൻഷനോ ശമ്പളമോ കൊടുത്തതായി തെളിയിക്കാൻ ഞാൻ അദ്ദേഹത്തെ വെല്ലുവിളിക്കുകയാണ്. കിഫ്ബിയിൽ നിന്ന് എടുത്തിട്ടാണ് പെൻഷനും ശമ്പളവും കൊടുത്തെന്ന് അദ്ദേഹം പറയുന്നത്. കടം വാങ്ങിയ തുകയുടെ കടം വാങ്ങിയ പണത്തിന്റെ ഇത്ര അല്ല, അദ്ദേഹം പറഞ്ഞു കിഫ്ബിന്ന് എടുത്ത്, അല്ലല്ല അദ്ദേഹം പറഞ്ഞു കിഫ്ബിന്ന് അല്ലല്ല, കിഫ്ബിയിൽ നിന്നാണ് എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. തെളിയിക്കാവോ? ഞാൻ എൻ്റെ പൊതുജീവിതം ഈ MLA പണി ഞാൻ രാജിവെക്കാം. തയ്യാറുണ്ടോ അദ്ദേഹത്തിന് തെളിയിക്കാൻ? കിഫ്ബിന്ന് ഒരു പൈസ എടുത്തിട്ടാണ് കേരള ശമ്പളവും പെൻഷനും കൊടുത്തത്. അത് വളരെ കൃത്യതയോടുകൂടി കേരളത്തിന്റെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് വന്നിട്ടുള്ള കേന്ദ്ര സർക്കാർ പദ്ധതികളുടെ പണമാണ് സാർ നിങ്ങൾ മുഴുവൻ കൊടുക്കുന്നത്. ഏതാ അല്ലല്ലോ നിങ്ങളുടെ പദ്ധതികൾ ഞാൻ പറയാം. ഞാൻ ഒറ്റക്കാര്യം ഞാൻ പറയാം. ഞങ്ങൾ 4 ലക്ഷം രൂപ വീടിന് കൊടുക്കുന്നുണ്ട്. നിങ്ങൾ 12% തരുന്നുണ്ട്. 72,000 രൂപ PFIക്ക് തന്നുണ്ട്. ഞാൻ പറയട്ടെ സുഹൃത്തെ ഞാനത് പറയട്ടെ. പൊള്ളല്ലേ അല്ല, പൊള്ളരുതും. ഞാൻ പറയുമ്പോൾ പൊള്ളരുത്. നിങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ മിണ്ടാതിരിക്കുകയാണ് ചെയ്തത്. ഞാനത് പറഞ്ഞോട്ടെ. നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ അല്ല, ഞാൻ ചോദിക്കട്ടെ സുഹൃത്തെ ഞാനത് ചോദിച്ചോട്ടെ. 4 ലക്ഷം രൂപ ഇവിടെ വീട് വെക്കാൻ കൊടുക്കുന്നു. നിങ്ങൾ 72,000 രൂപ തരുന്നു. 3,22,000 രൂപ സ്റ്റേറ്റ് കൊടുക്കുന്നു. എന്നിട്ട് നിങ്ങൾ പറയുന്ന മോഡിയുടെ പണവും ബ്രാൻഡിങ്ങും നടത്തണമെന്ന്. ഇതല്ലേ നിങ്ങളുടെ പദ്ധതി? ഇതാണോ നിങ്ങൾ വലിയ വികസനത്തിന് മോഡി ഗ്യാരണ്ടി? മോഡിയുടെ പടമല്ല സാർ, പ്രധാനമന്ത്രി ആവാസ് യോജന എന്ന് പേര് വെക്കണമെന്നാണ് പറഞ്ഞത്. മോഡിയുടെ പടം വെക്കാൻ പറയുന്നില്ല ഇവിടെ. നിങ്ങൾ അങ്ങനെ പറയല്ലേ സാർ, മോഡിയുടെ പടം വെക്കണേ എന്ന് പറഞ്ഞ് നിങ്ങൾ കേന്ദ്രത്തിന്റെ ആര് സമ്മതിക്കാനാണ്? 72,000 രൂപ കൊടുത്താൽ മനുഷ്യർക്ക് അന്തസ്സില്ലേ? പാവപ്പെട്ടവർക്ക് അന്തസ്സില്ലേ? നിങ്ങൾ പറഞ്ഞപ്പോ നമ്മൾ ഇടപെട്ടില്ലല്ലോ. വീട്ടിൽ പേര് വെക്കണമെന്നല്ല സാർ പറയുന്നത്. പിന്നെ മോഡിയുടെ പണം
തെറ്റിദ്ധരിപ്പിക്കല്ല, ഞാൻ ഉത്തരവാദിത്തമുള്ള രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഒരു ജനപ്രതിനിധിയാണ്, ഞാൻ ഉത്തരവാദിത്തത്തോട് പറയുകയാണ്, അല്ലാതെ തെറ്റിദ്ധരിപ്പിക്കാൻ പറയുന്നതല്ല. നിങ്ങളുടെ പദ്ധതിയെക്കുറിച്ച് നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങളുടെ പദ്ധതിയെക്കുറിച്ച് ഏത് വീട്ടിലാണ് സാർ മോഡിയുടെ പടം വെച്ചുകൊണ്ട് വെക്കുന്നത് പറഞ്ഞത്? നമുക്ക് സമയക്കുറവുണ്ടാവുന്നതാണ്. പ്ലീസ് ചിത്രരഞ്ജൻ കംപ്ലീറ്റ് ചെയ്യൂ പ്ലീസ്. നിങ്ങളുടെ ഗവൺമെന്റ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കാശ് തരണമെങ്കിൽ നിങ്ങൾ, ഞാൻ ചോദിച്ചോട്ടെ, ഈ FRBM ആക്ട് ഉണ്ടല്ലോ, പേര് മാറ്റരുതെന്ന് പറയുന്നത് സാർ, പേര് മാറ്റരുതെന്നാണ്. പ്ലീസ് പ്ലീസ് സമയമില്ലാത്തതുകൊണ്ടാണ്. പ്ലീസ് അതൊന്ന് കംപ്ലീറ്റ് ചെയ്തത്. സുഹൃത്തെ, ഞാൻ വേറെ വിഷയത്തിലാണ് പോയത്. ശരി. ഞാൻ ചോദിക്കട്ടെ, FRBM ആക്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയുന്നുണ്ടല്ലോ, അത് സംസ്ഥാനങ്ങൾക്ക് മാത്രമേ ബാധകമുള്ളൂ, കേന്ദ്രത്തിന് ബാധകമല്ലേ? എന്താ കേന്ദ്രത്തിന്റെ കടം? എത്രയാണ് കേന്ദ്രം കടം കൊടുക്കുന്നത്? അപ്പം കേരളത്തിലെ ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ പെൻഷനുമായി കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടോ എടുക്കുന്ന കടവുമായി ബന്ധപ്പെട്ട് 2020-21 മുതലുള്ള 3 വർഷം നമ്മുടെ GSDPയുടെ യഥാർത്ഥ കണക്ക് പരിഗണിക്കാതെ നടന്നതാണ്. 3 വർഷത്തെ ശരാശരി എടുത്തിട്ട് നമുക്ക് കടമെടുപ്പ് പരിധി നിശ്ചയിച്ചു. അങ്ങനെ നിശ്ചയിച്ചപ്പോൾ എന്തു പറ്റി? സംസ്ഥാനത്തിന് വായ്പാനുമതിയിൽ വന്ന കുറവ്, ഈ കുറവാണ് നമ്മളിപ്പോൾ ഉന്നയിച്ചിട്ടുള്ളത്. അതാണ് 24,434 കോടി രൂപ ഈ നിലയിലേക്ക് നമുക്ക് യഥാർത്ഥത്തിൽ എടുക്കുവാൻ കഴിയാതിരുന്നത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് മുൻകാല പ്രാബല്യത്തോടു കൂടി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുവന്നതിനെയാണ് കേരളം ചോദ്യം ചെയ്യുന്നത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിന് ന്യായമായി വാദിക്കാൻ കഴിയുന്നതല്ലെങ്കിൽ ഇന്ത്യയുടെ ഉന്നതമായ നീതിന്യായ പീഠത്തിന് മുമ്പാകെ പോകുമോ? ഈ കേരളത്തിന് വേണ്ടി പ്രത്യേകിച്ച് എന്തായാലും പ്രത്യേക മാറ്റമൊന്നും ഭരണഘടനയൊന്നും വരാൻ പോണില്ലല്ലോ. എന്താ കേരളം പോകാൻ നിർബന്ധിതമായത്? ഈ നിലപാടാണ് കേന്ദ്ര ഗവൺമെൻറ്. ഇനി അടുത്തത് പറയട്ടെ, 31,000 കോടി രൂപയാണ് 2022-23 വർഷക്കാലമായി റവന്യൂ മേഖലയിൽ നമുക്കുണ്ടായിട്ടുള്ള വർധനവ്. ഇവിടെ കുറയല്ല, ഇവിടെ നല്ല വർധനമുണ്ടാകുന്നുണ്ട്. പക്ഷേ നമ്മൾ നേരിട്ട പ്രതിസന്ധിയെ കാണാതെ പോയിക്കൂടാ. ഇവിടെ പല കാര്യത്തിനകത്തും ജപ്തി നടപടി ഒഴിവാക്കിയിട്ടുണ്ട്, മൊറട്ടോറിയം പ്രഖ്യാപിച്ചിട്ടുണ്ട്, സാവകാശം കൊടുത്തിട്ടുണ്ട്. എന്താ കാരണം? കോവിഡിൻ്റെ ഫലമായി ഉണ്ടായിട്ടുള്ള പ്രതിസന്ധി, 2 മഹാപ്രളയത്തിൻ്റെ ഫലമായി വന്നിട്ടുള്ള സാമ്പത്തിക രംഗത്ത് വന്ന മാന്ദ്യം, ഇതിൻ്റെ എല്ലാം ഫലമായി ഈ കേരളത്തിന് കിട്ടേണ്ട നികുതി വരുമാനത്തിൽ അടക്കേണ്ട പല വ്യക്തികളെയും സ്ഥാപനങ്ങളുമെല്ലാം അതിനെല്ലാം സാവകാശം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒരു ജനാധിപത്യ നാട്ടിൽ അത് ചെയ്യാൻ ബാധ്യസ്ഥമാണ്, അത് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അല്ലാതെ ഒരു വൻകിടക്കാരൻ്റെ ഒന്നും ഇവിടെ എഴുതി തള്ളിയിട്ടില്ല. BJPയുടെ ഗവൺമെന്റ് വൻകിടക്കാരൻ്റെ ലക്ഷക്കണക്കിന് കോടി രൂപ ബാങ്കുകളുടെ വായ്പ എഴുതി തള്ളിക്കൊണ്ട് ഇപ്പോഴും നിർമ്മലാ സീതാരാമന്റെ ബഡ്ജറ്റിൽ 35,000 കോടി രൂപ ഈ നാട്ടിലെ കോർപ്പറേറ്റുകളുടെ ബാങ്കുകളിലുള്ള അവരുടെ വായ്പയുടെ എഴുതി തള്ളാനല്ലേ നിർദ്ദേശം? സാധാരണക്കാർ വല്ലതുകൊണ്ടോ? അതാണ് BJPയുടെ ബഡ്ജറ്റ്. ഇവിടെ അതല്ല. ഇവിടുത്തെ ബഡ്ജറ്റ് ക്ഷേമ ബഡ്ജറ്റ്. LDF സർക്കാർ നേരിട്ട, കഴിഞ്ഞ പിണറായി വിജയൻ സർക്കാർ നേരിട്ട ചില ക്രൈസിസ് സർക്കാർ നേരിട്ടതാണ്. അപ്പൊ അതിന്റെ ഫലമായി ഈ നികുതി പിരിവിലും എല്ലാത്തിലും ബുദ്ധിമുട്ടാണ്. കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട്. കോവിഡ് സമയത്തും മുമ്പ് പ്രളയത്തിന് സമയത്തും സർക്കാരിന് കൂടുതൽ സ്പെൻഡിങ് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ക്രൈസിസ് ഒക്കെ കാണാതെ ഇത് കിട്ടിയ അവസരത്തിൽ ഇലക്ഷനൊക്കെ വരികയാണ്, LDFനെ അങ്ങ് ശരിയായി കളയാം എന്നൊരു ഒരു ഫീൽ നിങ്ങൾക്കുണ്ടോ? അങ്ങനെ ചെയ്യുന്നുണ്ടോ നിങ്ങൾ? ഒരു ഘട്ടത്തിലുമില്ലല്ലോ. ഇപ്പോൾ കോവിഡ് കാലത്ത് നേരത്തെ കൊട്ടിഘോഷിച്ച് നടപ്പിലാക്കിയ കിറ്റ് പദ്ധതി, ആ കിറ്റ് യഥാർത്ഥത്തിൽ അവരുടെ ഒരു തെരഞ്ഞെടുപ്പിന് വേണ്ടിയുള്ളൊരു പദ്ധതി മാത്രമായിരുന്നു. അത് ഇപ്പോഴും ആ മേഖലയിൽ കടമായി എന്ന് മാത്രമല്ല, മാവേലി സ്റ്റോർ പൂട്ടേണ്ട സാഹചര്യത്തിലേക്ക് പോയി. ഞങ്ങളല്ലല്ലോ ഉത്തരവാദി. കേരളത്തിൽ ഈ ഇലക്ഷൻ വരുന്ന സമയത്ത് മാവേലി സ്റ്റോർ എന്ന് പറയുന്ന ഒരു സംവിധാനം പൂട്ടിയതിന് ഉത്തരവാദി ഞങ്ങളല്ലല്ലോ. നേരത്തെ മേരി ടീച്ചർ സൂചിപ്പിച്ച നികുതി വരുമാനത്തിൽ കുറവ് വരുന്നു. അതെങ്ങനെ വരുന്നു? ഇപ്പം നമുക്ക് എല്ലാ മേഖലയും എടുക്കും. ഇപ്പോൾ സ്വർണ്ണ വ്യാപാരം കഴിഞ്ഞ ഈ 10 വർഷക്കാലം കൊണ്ട് സ്വർണത്തിന്റെ വില ഏകദേശം ഇരട്ടിയോളമായി. പക്ഷെ നികുതി വർധനവ് ഉണ്ടാകുന്നില്ല. കണക്കുകൾ പറയുന്നു ഉണ്ടാവുന്നില്ല. എന്തുകൊണ്ട് നികുതി പിരിച്ചെടുക്കാൻ സാധിക്കുന്നില്ല? ആ ചോദ്യത്തിന്റെ ഉത്തരം പറയേണ്ട ഉത്തരവാദിത്വം ഗവൺമെന്റാണുള്ളത്. എന്തുകൊണ്ടാണ് കിട്ടാത്തത്? നികുതി സുഹൃത്തെ, നിങ്ങളത് കാര്യം പഠിക്കൂ. അത് സെൻട്രൽ ഗവൺമെന്റ് ആണ് ആ കാര്യത്തിൽ വേണ്ട. വരുമാനം വരുന്നില്ല. ഏത് മാറു മുതലാളിയാണ് കിട്ടാനുള്ളത്?
ഓക്കെ. ഏത് മുതലാളിത്തം കിട്ടാനുള്ളത്? അല്ല, ഇവിടെ ഏത് അല്ല, ഞാൻ മുതലാളിത്തം ചോദിക്കുന്നത് കിട്ടാനുള്ളത്? ആട്ടനികുതി നോക്ക് സാർ. ഇവിടെ IC ബാലകൃഷ്ണൻ നിജേഷ് പൂർത്തിയാക്കും. മേരി ജോർജിനെ കൂടി പോകുന്നുണ്ട്. പൂർത്തിയാക്കും പ്ലീസ്. ശരി, നിങ്ങൾ തർക്കിക്കല്ല പ്ലീസ്. നിജേഷ് കംപ്ലീറ്റ് ചെയ്യൂ പ്ലീസ്. നിജേഷ് ചിത്രരഞ്ജൻ പ്ലീസ് അങ്ങ് സംസാരിക്കായിരിക്കും പ്ലീസ്. സമയമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് മ്യൂട്ട് ചെയ്യേണ്ടത്. BJP എന്താ ചെയ്യുന്നത്? മനസ്സിലായില്ലേ? ഓക്കെ. പാവപ്പെട്ടവരെ ശ്വാസം മുട്ടിക്കുക. കേരളത്തിന്റെ നിജേഷ് പ്ലീസ്. അത് നിങ്ങളുടെ നിജേഷ് കംപ്ലീറ്റ് ചെയ്യൂ പ്ലീസ്. മുഖ്യമന്ത്രിയുടെ വാഴ്ത്തുപാടിന് വേണ്ടിയിട്ട് നിജേഷ് ഞാൻ ആ ബഹളത്തിൽ പ്ലീസ് എന്ത് പ്ലീസ് പ്ലീസ് പറയാനാ? കണ്ടിന്യൂ ചെയ്യ്. സമയമില്ലാത്തതുകൊണ്ടാണ്. എന്ത് പറയാനാ? പറയൂ നിജേഷ്. അല്ല, ഒരു ചർച്ച അതിന്റെ പോസിറ്റീവ് സൈഡിലേക്ക് കൊണ്ടുപോകണമെങ്കിൽ സ്റ്റേറ്റ് പരസ്പരം അടികൂടുകയല്ല വേണ്ടത്. ഈ സ്റ്റേറ്റ് ഇന്ന് ഫേസ് ചെയ്ത സ്റ്റേറ്റ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ എങ്ങനെ അതിജീവിക്കാം? നികുതി വർധനം, നികുതി ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, നികുതി വരുമാനം എങ്ങനെ കുറയുന്നു, ദൂർത്ത് സർക്കാരിന്റെ മുഖമുദ്രയാക്കുന്നു, കേരളീയമായിട്ടും പല പരിപാടികളുമായിട്ടും വരുന്നു. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം വരുത്തി. ഞാൻ നേരത്തെ KSRTCയുടെ ശമ്പളം കുറഞ്ഞു, ഇല്ലാതായി, പെൻഷൻ കുറഞ്ഞു. ആ സമയത്ത് സർക്കാർ ചിന്തിക്കേണ്ടതല്ലായിരുന്നോ? ഒരു സൂചന അല്ല. ചിത്രരഞ്ജൻ, എന്തിനാ നിങ്ങൾ ഇങ്ങനെ വൈകാരികമാവുന്നത്? ഞാൻ നിങ്ങളോട് ഒരു വൈകാരികതയും പറഞ്ഞില്ലല്ലോ. ഞാൻ നിങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ടാണ് പറയുന്നത്. സ്റ്റേറ്റിനെയാണ് രക്ഷപ്പെടുത്തേണ്ടത്. സ്റ്റേറ്റിനെ ചിത്രരഞ്ജൻ പ്ലീസ് അദ്ദേഹം പൂർത്തിയാക്കട്ടെ. എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ്. പ്ലീസ് തർക്കിക്കാനുള്ള സമയമില്ല. പ്ലീസ് നിജേഷ് പൂർത്തിയാക്കും. നിങ്ങളിങ്ങനെ ചേർന്ന് നിൽക്കുന്നതാണ് കോൺഗ്രസിന്റെ ഏറ്റവും പ്രശ്നം. ഈ കേരളം ഇങ്ങനെ ആവുന്നത്. ശരി നിജേഷ് ഒന്ന് കംപ്ലീറ്റ് ചെയ്യൂ പ്ലീസ്. ചേർന്ന് നിന്ന് പ്രവർത്തിച്ച് ഇവരുടെ എല്ലാ തോന്നിയാസത്തിനും നിങ്ങൾ കൂട്ടു നിൽക്കുന്ന പ്രശ്നം. അല്ല, എന്റെ പ്രശ്നമല്ല അജിൻസ്. അജിൻസ് ചിത്രരഞ്ജനും പ്രിന്റുവും പറയുന്ന രാഷ്ട്രീയ പൊതുയോഗം, ഞാനിപ്പോ പൊതുയോഗം കഴിഞ്ഞ് വരിക, എനിക്ക് അവിടെ സംസാരിക്കാനുണ്ട്. പക്ഷെ ചർച്ചയ്ക്കകത്ത് അദ്ദേഹത്തിന്റെ പൊതുയോഗമല്ല ഞാൻ പ്രതീക്ഷിക്കുന്നത്. ചർച്ചയ്ക്കകത്ത് വസ്തുതാപരമായ കാര്യങ്ങൾ തങ്ങൾക്കെതിരെ വരുന്ന സമയത്ത് വൈകാരികമാകുക, അസഹിഷ്ണുത കാണിക്കുകയും ചെയ്യില്ല. കേരളം ഇന്ന് പ്രതിസന്ധിയിലാണ്. ശമ്പളം കിട്ടുന്നില്ല. ഇന്ന് ഇപ്പൊ മേരി ടീച്ചർ പറഞ്ഞു എനിക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല. ആ പ്രതിസന്ധിയെ എങ്ങനെ അതിജീവിക്കും? അത് കേന്ദ്രം തരാത്തത് കൊണ്ടാണ്. ഇന്നിപ്പോ കപിൽ സിബലിന്റെ വാക്ക് അടിസ്ഥാനമാക്കി പറഞ്ഞാൽ 4 ദിവസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെൻഷൻ കൊടുത്തു തീർക്കാൻ കഴിയോ? ഈ 13,008 കോടി രൂപ കിട്ടിക്കഴിഞ്ഞാൽ തീരുമോ? ഈ ചോദ്യം എന്റെ ചോദ്യമല്ല, കേരളത്തിലെ സാധാരണക്കാരന്റെ ചോദ്യമാണ്, സർക്കാർ ഉദ്യോഗസ്ഥന്റെ ചോദ്യമാണ്. എങ്ങനെ ഈ പ്രതിസന്ധിയെ അതിജീവിക്കും? മാർച്ച് 31 വരെ എങ്ങനെ കൊണ്ടുപോകും? നിങ്ങൾ ഉത്തരം പറഞ്ഞാൽ മതി ശ്രീ ചിത്രരഞ്ജൻ, ഞാൻ കേട്ടോളാം. ശരി, വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ശ്രീ മേരി ജോർജ്, നമുക്ക് സമയക്കുറവുണ്ട്. മേരി ജോർജ്, ഒറ്റ ക്വസ്റ്റ്യൻ. എന്തൊക്കെയായാലും ഈ കണക്കുകൾ മാറ്റി വെച്ചാൽ പോലും ഈ ഹർജി അർത്ഥത്തിൽ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക പരമാധികാരത്തെ സംബന്ധിച്ച് വളരെ പ്രധാനമല്ലേ? സംസ്ഥാനങ്ങൾക്ക് അവരുടെ സാമ്പത്തിക പരമാധികാരം അസത്യം ചെയ്യാനുള്ള അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി വകവെക്കുകയല്ലേ എന്ന് ചെയ്തത്? ഇല്ല, ഒരു സുപ്രീം കോടതി അങ്ങനെ പരമാധികാരത്തെ വകവയ്ക്കുന്ന രീതിയിലല്ല സുപ്രീം കോടതി സംസാരിച്ചത്. അതായത് ഒരു ഫെഡറൽ സംവിധാനത്തിൽ സംസ്ഥാനങ്ങൾ ബുദ്ധിമുട്ടിലാകുമ്പോൾ ആ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് മുൻപോട്ട് വരണം കേന്ദ്ര ഗവൺമെൻറ്. അതല്ലാതെ കോടതിയിൽ നിന്ന് ആ കേസ് പിൻവലിക്കൂ, എങ്കിൽ നിങ്ങൾക്ക് അർഹതയുള്ള കടം കടം എടുക്കാൻ അനുവദിക്കാം, ആ തരത്തിൽ കണ്ടീഷൻസ് ഉപാധികൾ വെക്കരുത് എന്നാണ് സുപ്രീം കോടതി അവിടെ ഉദ്ദേശിച്ചത്. അതായത് സുപ്രീം കോടതി ബലഹീനന്റെ കൂടെ നിൽക്കുന്നു എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ആ ബലഹീനത ശരിയാണ്, അതല്ലെങ്കിൽ അതിന് മാർക്കിടുന്നു എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതിയിൽ കേന്ദ്രം അപ്പോഴും പറഞ്ഞത് അതായത് സംസ്ഥാനത്തിന്റെ കെടുകാര്യസ്ഥത കൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത് എന്ന് തന്നെയാണ്. അത് സത്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. നമുക്ക് അതെ, സംസ്ഥാനത്തിന്റെ ഗതികേട് കൊണ്ടാണ് സുപ്രീം കോടതി സംസ്ഥാനത്തെ സപ്പോർട്ട് ചെയ്തത്. യാതൊരു സംശയവും അക്കാര്യത്തില്. അപ്പൊ നമ്മളെ ഞാനിനി അല്ല മിസ്റ്റർ ശ്രീ ചിത്തരഞ്ജൻ നമ്മളെ അല്ല, ഞാൻ ശ്രീ ചിത്തരഞ്ജനേക്കാൾ കൂടുതൽ ഈ സംസ്ഥാനത്ത് ജീവിച്ചവളാണ്. പരാമർശങ്ങളൊക്കെ ഒന്ന് പഠിക്കണം സാർ. നിങ്ങളൊന്ന് കൃത്യമായിട്ടൊന്ന് വായിച്ചു നോക്ക്, അപ്പൊ അറിയാം നിങ്ങളുടെ സാമ്പത്തിക പ്രതിസന്ധിയെ കുറിച്ച്, നിങ്ങൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ കുറിച്ച് പറഞ്ഞത്. അല്ലാതെ ബലഹീനത കണ്ട് അല്ല, നിങ്ങളുടെ സാമ്പത്തിക അടിയന്തരാവസ്ഥയിൽ കേരളം അനുഭവിക്കുന്ന പ്രശ്നങ്ങളെ ചിത്രരഞ്ജൻ പറയുന്നത് ആർട്ടിക്കിൾ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 131 പ്രകാരം സംസ്ഥാനത്തിനുള്ള അവകാശം വകവെച്ചു കൊടുക്കുകയാണ് സർക്കാർ ചെയ്തത്. അതുകൊണ്ടാണ് ഹർജി പിൻവലിക്കരുതെന്ന് ജസ്റ്റിസുമാർ ചൂണ്ടിക്കാട്ടിയത്.
കേന്ദ്രത്തിനെതിരെ അതെ. കേസ് കൊടുക്കാനുള്ള റൈറ്റ് അതൊന്നും മാത്രമാണ് ഉദ്ദേശിക്കുന്നത് സാമ്പത്തിക സംസ്ഥാനം പ്രതിസന്ധി ശരിയാണ് ഇടപെട്ടിരിക്കുന്ന എന്നല്ല. കോടതി നമ്മൾ ശരി മനസ്സിലാക്കണം. ശരി അല്ല മേരി ജോർജ് പറഞ്ഞു വരുന്നതാണ് ഒരു വശത്ത് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പരമാധികാരം ഒരു വശത്ത്, മറുവശത്ത് ഈ മിസ്മാനേജ്മെന്റ് വഴി ഉണ്ടാകുന്ന പ്രതിസന്ധികൾ മറുവശത്ത്. ഇതിൽ ആരെ കുറ്റപ്പെടുത്തണം? രാഷ്ട്രീയമായി മാത്രം പ്രതികരിച്ചാൽ മതി എന്നൊരു ക്വസ്റ്റനാണ് മേരി ജോർജ് ഉന്നയിക്കുന്നത്. രാഷ്ട്രീയമല്ല, സാമ്പത്തികമാണ് പ്രശ്നം. വളരെ നന്ദി ശ്രീ മേരി ജോർജ്, ശ്രീ നിജേഷ് അരവിന്ദ്, പ്രിന്റു, ശ്രീ പി ചിത്രരഞ്ജൻ ഇത്രയും സംസാരിച്ചത്.